ഈ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയോടെ തുടങ്ങാം. അപർണദാസ്. നമസ്തേ ജഗത്താത്രി സദ്ബ്രഹ്മരൂപേ നമസ്തേ ഹരോപേന്ദ്രദാത്രാദിവന്ദേ നമസ്തേ പ്രപന്യേഷ്ടദാനൈകദക്ഷേ നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി വിധികൃത്തിവാസാ ഹരിർവിശ്വമേതത് സൃജത്യത്തിപാതീതി യത്തത്പ്രസിദ്ധം കൃപാലോകനാദേവ ദേശക്തിരൂപേ നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി त्वया मायया व्याप्तमेतत् समस्तं धृतं लीयसे देवि कुक्षौ हि विश्वं स्थितं बुद्धिरूपेण सर्वत्र जन्तौ नमस्ते महालक्ष्मी कोलापुरेशि यया भक्तवर्गा हि लक्ष्यन्तयेते त्वयात्र प्रकामं कृपापूर्णदृष्ट्या अतो गीयसे देवि लक्ष्मीरधित्वं नमस्ते महालक्ष्मी कोलापुरेशि नमस्ते महालक्ष्मी कोलापुरेशि. സ്വാഗതം ആശംസിക്കാൻ പ്രൊഫസർ എം ചന്ദ്രബാബു, പ്രസിഡന്റ് പ്രഭാത് സാംസ്കാരിക സംഘം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ എസ് ഹനീഫ റാവുത്തർ, ഇവിടെ അനുസ്മരണ പ്രഭാഷണവും പുസ്തക പ്രകാശനം നടത്തുന്ന ശ്രീ കെ ജയകുമാർ IAS, പുസ്തകം സ്വീകരിക്കുന്ന ശ്രീ ജി ജയകുമാർ, പുസ്തകങ്ങളെ അവതരിപ്പിക്കുന്ന ശ്രീ ശ്രീകുമാർ വിചാരബിന്ദു, ഗ്രന്ഥകാരിയായ ഡോക്ടർ എൻ ശ്രീകല, OP വിശ്വനാഥൻ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് നടക്കുന്ന ഈ പരിപാടി ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. കാരണം മലയാളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ജനകീയ അംഗീകാരമുള്ള നടനും നാടകകൃത്തും സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തും ഒക്കെയായ കോട്ടയം ചെല്ലപ്പൻ്റെ ജന്മശതാബ്ദി ആഘോഷമാണ് ഇന്ന് ഒരു പരിപാടി. നമുക്കറിയാം, പഴയ സിനിമകൾ കാണുന്ന ആളുകൾ, പ്രത്യേകിച്ചും ഈ പുരാണ കഥാപാത്രങ്ങൾ ഉൾപ്പെടെയുള്ള സിനിമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ അവതരിപ്പിച്ച ആളാണ് ശ്രീ കോട്ടയം ചെല്ലപ്പൻ. അദ്ദേഹം 1923 നവംബർ 10-ാം തീയതിയാണ് ജനിച്ചത്. 1971 ഡിസംബർ 26-ന് 48-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. വളരെ കുറഞ്ഞ കാലം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സിനിമ ജീവിതം. പക്ഷെ നമ്മൾ ഈ പഴയ സിനിമാ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങളെ ഭംഗിയായി അവതരിപ്പിച്ചു. അതുപോലെ നാടക രംഗത്ത് KPSCയുടെ നാടകത്തിൽ ഏറ്റവും ശക്തമായ വേഷം ചെയ്ത് അംഗീകാരം നേടി. ഇപ്പോൾ ഉണ്ണിയാർച്ച, ഭാര്യ, പുതിയ ആകാശം, പുതിയ ഭൂമി നാടകവും ആയിരുന്നു. നാടകത്തിൽ അഭിനയിച്ചു, സിനിമയിലും അഭിനയിച്ചു. ചെമ്മീൻ, മൂലധനം, തച്ചോളി ഉദയനൻ, പാലാട്ട് കോമൻ, ക്രോസ് ബെൽറ്റ് തുടങ്ങിയുള്ള എത്രയോ സിനിമകളിൽ ശ്രദ്ധേയമായ നിലയിൽ അവതരിപ്പിച്ച അദ്ദേഹം ഒരു കുറച്ചു കാലത്തെ സിനിമാ ജീവിതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നും സഹൃദയ മനസ്സുകളിൽ അദ്ദേഹം ജീവിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ
ഇന്നും സമൂഹം അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ജയകുമാർ സാറുണ്ട്, അദ്ദേഹം പറയും എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ കോട്ടയം ചെല്ലപ്പൻ്റെ മകൾ എൻ്റെ ഒരു സഹപ്രവർത്തക കൂടെ ആയിരുന്നു. ഡോക്ടർ ശ്രീകല എഴുതിയ ഇംഗ്ലീഷ് കവിതാ സമാഹാരവും ഇവിടെ പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ അച്ഛനും മക്കളും കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വിശേഷമായ ഒരു ചടങ്ങാണ് ഇത്. അപ്പോൾ ഇവിടെ സ്വാഗതം പറയേണ്ടത് ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ശ്രീ ഹനീഫ റൌത്തർ സാറിനാണ്. അദ്ദേഹം പ്രഭാതിൻ്റെ ജനറൽ മാനേജറാണ്. ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അനുസ്മരണ പ്രഭാഷണവും പുസ്തക പ്രകാശനവും നിർവഹിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജയകുമാർ സാർ IAS ആണ്. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് എല്ലാം അറിയാം. നല്ല ഒരു മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു സംവിധായകൻ്റെ മകൻ, അതുപോലെ മലയാളത്തിലെ ഏറ്റവും ജനകീയമായ ഗാനങ്ങൾ എഴുതിയ ഒരു ചലച്ചിത്ര പിന്നണി ഗാന രചയിതാവ്, ഏറ്റവും നല്ല കവി, ഏറ്റവും നല്ല IAS ഉദ്യോഗസ്ഥൻ, അതുപോലെ സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പ്രഭാതാണ് പ്രസിദ്ധീകരിച്ചത്. അഹല്യ ശില എന്ന് പറയുന്ന ഒരു ലേഖന സമാഹാരം. ഒരുപക്ഷെ സമീപകാലത്തിറങ്ങിയ ഏറ്റവും മനോഹരമായ ലേഖനങ്ങളുടെ സമാഹാരമാണ് ഈ പുസ്തകം. അപ്പോൾ ഇങ്ങനെ മലയാള സാഹിത്യത്തിലും സാംസ്കാരിക ജീവിതത്തിലും അതുപോലെ പ്രഭാഷണ കലയിലും പ്രത്യേകിച്ചും ആശാനെക്കുറിച്ചൊക്കെ വളരെ ഭംഗിയായി സംസാരിക്കാൻ കഴിയുന്ന ആളാണ് ജയകുമാർ സാറ്. അദ്ദേഹം ഇവിടെ അനുസ്മരണ പ്രഭാഷണം നടത്തും. അതുപോലെ ഡോക്ടർ ശ്രീകലയുടെ പുസ്തകം പ്രകാശിപ്പിക്കും. ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പുസ്തകം സ്വീകരിക്കുന്നത് ഡോക്ടർ G. ജയകുമാറാണ്. അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷാ പണ്ഡിതനാണ്, പത്രപ്രവർത്തകനാണ്, അധ്യാപകനാണ്, എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്. JNUവിൽ നിന്ന് PhD നേടിയ ആളാണ്. ഇന്ത്യ ഫോർവേഡ് എന്ന ഇംഗ്ലീഷ് മാസികയുടെ എഡിറ്ററാണ്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും പുസ്തകങ്ങൾ എഴുതിയ ആളാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട കാര്യങ്ങൾ എല്ലാം ഇതാണ്. വളരെ ഭംഗിയായി ഈ പുസ്തകത്തെക്കുറിച്ച് അദ്ദേഹം പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശ്രീകുമാർ വിചാര ബിന്ദു എന്ന് പറയുന്ന സാറാണ്. അദ്ദേഹം ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. അതുപോലെ KSRTCയിലെ വിജിലൻസ് ഓഫീസറായിരുന്നു. വിരമിച്ചു. മികച്ച വാഗ്മിയും എഴുത്തുകാരനും ആണ്. നമ്മൾ നേരത്തെ ദഹുദ ഇവിടെ അവതരിപ്പിച്ചത് ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ച ആളാണ്. വിജയ ന്യൂസ് മലയാളം ചാനലിൻ്റെ ചീഫ് എഡിറ്ററാണ്. ഇങ്ങനെ സമൂഹത്തിൻ്റെയും സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇനിയും ഇവിടെ ആശംസാ പ്രസംഗം നടത്തുന്നത് ശ്രീമതി ഷീല സന്തോഷാണ്. കോട്ടയം ചെല്ലപ്പൻ്റെ മകളാണ്. പക്ഷെ അവരുടെ കോട്ടയം ചെല്ലപ്പൻ എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആ പുസ്തകം വളരെ മനോഹരമാണ്. ഞാൻ അത് ഈ അടുത്ത ദിവസങ്ങൾ വായിച്ചു. പക്ഷേ കോട്ടയം ചെല്ലപ്പൻ എന്ന സിനിമാക്കാരനെ കുറിച്ച് മറ്റു പരാമർശങ്ങൾ സാഹിത്യ ലോകത്ത് ഇല്ല എന്നുള്ളതാണ് സത്യം. ആ കുറവ് പരിഹരിക്കുന്ന ഒരു പുസ്തകമാണ് അതെഴുതാൻ. പക്ഷെ അതെഴുതിയത് ഒരർത്ഥത്തിൽ നന്നായി എന്നാണ്. കാരണം ഈ ഒരു വലിയ പ്രഭയെക്കുറിച്ച് അറിയാൻ മറ്റ് കാര്യങ്ങളില്ലാതിരിക്കുമ്പോൾ ഈ പുസ്തകം നൽകുന്ന ഊർജം വളരെ വലുതാണ്. ഞാൻ ഷീല സന്തോഷിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഡോക്ടർ ശ്രീകല ടീച്ചറുടെ പുസ്തകമാണ് ഇന്ന് പ്രകാശനം ചെയ്യുന്നത്. ടീച്ചറുടെ പിതാവാണ് കോട്ടയം ചെല്ലപ്പൻ. ഇംഗ്ലീഷിലെ ഏറ്റവും സമർത്ഥയായ അധ്യാപികയാണ്. അവസാനം കൊല്ലം ചെമ്പഴന്തി SN കോളേജിലെ ഇംഗ്ലീഷ് വകുപ്പിൽ നിന്ന് അവർ വിരമിച്ചു. അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ശ്രീ OP വിശ്വനാഥൻ പ്രഭാകാരിക സംഘത്തിൻ്റെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി വിജയിപ്പിക്കാൻ ഇവിടെ എത്തിയ കോട്ടയം ചെല്ലപ്പൻ്റെ കുടുംബാംഗങ്ങളും അതുപോലെ ബന്ധുക്കളും ആരാധകരും ഒക്കെയായ എല്ലാ ആളുകൾക്കും സ്നേഹത്തിൻ്റെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമസ്കാരം. നമുക്ക് ഏറ്റവും
പ്രിയങ്കരനായ ജയകുമാർ സാർ, എഴുത്തുകാരി ശ്രീമതി ഡോക്ടർ എൻ ശ്രീകല, പ്രൊഫസർ എം ചന്ദ്രബാബു, ശ്രീകുമാർ വിചാരബിന്ദു, എൻ ശ്രീകല, ഷീല സന്തോഷ്, OP വിശ്വനാഥൻ, ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹൃദയരെ, പ്രഭാതിൻ്റെയും ശ്രീകല ടീച്ചറിൻ്റെയും കുടുംബാംഗങ്ങളെ, ഇന്നിവിടെ നടക്കുന്ന അതിവിശിഷ്ടമായ ഒരു ചടങ്ങിലാണ് നമ്മളേവരും പങ്കെടുക്കുന്നത്. 60കളിലും 70കളിലും മലയാള നാടകരംഗത്തും ചലച്ചിത്ര രംഗത്തും നിറസാന്നിധ്യമായിരുന്ന ശ്രീ കോട്ടയം ചെല്ലപ്പൻ്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രി ഡോക്ടർ എൻ ശ്രീകലയുടെ ഷെയ്ഡ്സ് ആൻഡ് ഷാഡോസ് എന്ന കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനവും. ജന്മശതാബ്ദി വേളയിൽ തന്നെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കണം എന്നുള്ള മകളുടെ അത്യാഗ്രഹമാണ് ഇന്നിപ്പോൾ ഇവിടെ സഫലമാകുന്നത്. അത്യാഗ്രഹം എന്ന് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ എഴുത്തുകാർ അവരുടെ രചനകളുമായിട്ട് പ്രസാധക സ്ഥാപനത്തെ സമീപിക്കുന്നത് പ്രകാശനത്തിൻ്റെ ഒരു ഡേറ്റും അവർ മുൻകൂട്ടി തീരുമാനിച്ചുകൊണ്ടാണ്. ചിലപ്പോൾ പ്രകാശനത്തിന് മുന്നോടിയായിട്ട് ആ പുസ്തകം പുറത്തിറക്കുന്നതിന് പലതരം ആ പ്രസിദ്ധീകരണ രംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്കറിയാം. അത് പ്രീ പ്രസ് വർക്കിന് തന്നെ സാധാരണഗതിയിൽ ഒരു 4-5 മാസം പിടിക്കും. അത് ടൈപ്പ് സെറ്റിംഗ് നടത്തി, പേജ് സെറ്റിംഗ് നടത്തി, എഡിറ്റ് ചെയ്ത്, പ്രൂഫ് റീഡ് ചെയ്ത്, ISBN നമ്പറുമൊക്കെ വാങ്ങി പ്രസ്സിലേക്ക് എത്തിക്കാൻ തന്നെ സാധാരണഗതിയിൽ കുറഞ്ഞതൊരു 3-4 മാസമെങ്കിലും വേണ്ടി വരും. അതിനുശേഷം പ്രസ്സിലേക്ക് അയച്ച് അത് പ്രിൻ്റ് ചെയ്ത് വാങ്ങണം. അതിനിടയ്ക്കുണ്ടാകുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ പലതാണ്. നാച്ചുറൽ ഷെയ്ഡ് എന്ന് പറയുന്നൊരു പേപ്പറിലാണ് ഇത് അച്ചടിക്കുന്നത്. പേപ്പറിന് ചിലപ്പം ഷോർട്ടേജ് വരാം. ഇപ്പം നമ്മുടെ ശ്രീലങ്കയിലെ ആഭ്യന്തര കലഹം കഴിഞ്ഞിട്ട് അവിടെ നോട്ടടിക്കാൻ വരെ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നുള്ള സകല പേപ്പറും വാങ്ങിച്ചുകൊണ്ട് പോയെന്നാണ് ഈ പേപ്പർ വ്യാപാര രംഗത്തെ ആളുകൾ പറയുന്നത്. ഇപ്പോൾ എന്തായാലും ആ പ്രശ്നം ഇല്ല. പക്ഷേ ഈ കൊറോണയ്ക്ക് ശേഷം അതിൻ്റെ ലഭ്യത പഴയതുപോലെ അത്ര എളുപ്പമല്ല, അത്ര ഒരു സ്ഥിതിയിലാണ്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും അച്ഛൻ്റെ ജന്മശതാബ്ദി വേളയിൽ തന്നെ ഈ പുസ്തകം പുറത്തിറങ്ങണം എന്നുള്ള എഴുത്തുകാരിയുടെ ആ മോഹത്തോടൊപ്പം ഞങ്ങൾ നിലകൊണ്ടു. എന്തായാലും കൃത്യദിവസം തന്നെ ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സാധിച്ചു. അത് അച്ഛൻ്റെയും മക്കളുടെയും ഒരു സുഹൃതം എന്ന് തന്നെ പറയാം. പ്രഭാതിൻ്റെ ഭാഗ്യവും എല്ലാം കൂടെ എന്തായാലും ഒത്തുവന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഈ കവിതകളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഇവിടെ സംസാരിക്കാൻ പ്രകാശനം ചെയ്യുന്ന പ്രിയപ്പെട്ട ജയകുമാർ സാറും ഏറ്റുവാങ്ങുന്ന ഡോക്ടർ G. ജയകുമാറും അതുപോലെ പുസ്തകം അവതരിപ്പിക്കുന്ന എൻ്റെ സുഹൃത്ത് ശ്രീ വിചാരബിന്ദു എല്ലാം ഇവിടെ പറയുമെന്നുള്ളത് കൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായാലും ഈ 43 കവിതകളുടെ സമാഹാരം വിഷയങ്ങളുടെ വൈവിധ്യം കൊണ്ടും അതുപോലെ അവതരണ ഭംഗി കൊണ്ടുമെല്ലാം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന കവിതകളാണ്. ഇനിയും കൂടുതൽ ഇത്തരം സമാഹാരങ്ങൾ ഡോക്ടർ ശ്രീകലയിൽ നിന്നുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ 70ാം വാർഷിക വേളയിൽ ഈ പുസ്തകവും ഞങ്ങൾ അഭിമാനപൂർവ്വം പുറത്തിറക്കുകയാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട ജയകുമാർ സാറിനോട് അഭ്യർത്ഥിക്കുന്നു പുസ്തകം സ്വീകരിക്കാൻ.
ഡോക്ടർ ജി ജയകുമാറിനെയും ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രഭാത് ബുക്സിൻ്റെ ജനറൽ മാനേജർ ശ്രീ ഹനീഫ റാവുത്തർ, സ്വാഗതം ആശംസിച്ച ശ്രീ ചന്ദ്രബാബു, ഇന്നത്തെ എഴുത്തുകാരി ഡോക്ടർ ശ്രീകല, ഇതിന് വിചാരബിന്ദു ചാർത്തി കൊടുത്തിരിക്കുന്ന ഡോക്ടർ ശ്രീകുമാർ വിചാരബിന്ദു, പുസ്തകം സ്വീകരിച്ച എൻ്റെ നാമധാരി കൂടിയായ ഡോക്ടർ ജയകുമാർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള കവിയുടെ സുഹൃത്തുക്കളെ, അഭ്യുദയകാംക്ഷികളെ, കവിതയുടെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ദീർഘമായ ഒരു പ്രസംഗം വാസ്തവത്തിൽ ഈ കവിത പ്രകാശന വേദിയിൽ ആവശ്യമില്ല. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഇന്നിവിടെ നടക്കുന്നത്. ഒന്ന്, കോട്ടയം ചെല്ലപ്പൻ എന്ന് പറയുന്ന അതുല്യ നടൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനമാണ് ഇന്ന്. അത് അദ്ദേഹത്തിൻ്റെ മകളുടെ ഒരു കവിതാ പുസ്തകം പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ശതാബ്ദി പരിപാടികൾ സമാപിക്കുന്നു എന്നത് വളരെ വിചാരമധുരമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരു മകൾക്ക് അച്ഛനോടുള്ള ഒരു ബന്ധത്തിൻ്റെ ടെസ്റ്റമെൻ്റാണ്. ഈ പരിപാടികൾ സമാപിക്കുമ്പോൾ 100 വർഷത്തിൻ്റെ ആഘോഷങ്ങൾ കഴിയുമ്പോൾ എൻ്റെ ഈ പുസ്തകം കൂടി അങ്ങയുടെ ഓർമ്മപ്പടിക്കൽ ഇരിക്കട്ടെ എന്ന ഒരു മകളുടെ മങ്ങാത്ത ഓർമ്മയുടെ ഒരു 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 ആവിഷ്കാരമായിട്ടാണ് ഇന്ന് തന്നെ ഈ പുസ്തകം പ്രകാശിപ്പിക്കണം എന്ന് കവി വാശി പിടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ റാവുത്തറുടെ പ്രസംഗത്തിൽ ഈ എഴുത്തുകാരിയെക്കൊണ്ട് ലേശം ബുദ്ധിമുട്ട് ഈ പബ്ലിഷർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഊഹിക്കാൻ അതിബുദ്ധിയൊന്നും വേണ്ട. അദ്ദേഹം വളരെ മാന്യമായ വാക്കുകളിൽ ഒരു പബ്ലിഷറുടെ പ്രശ്നങ്ങളെപ്പറ്റി ഇവിടെ അവതരിപ്പിച്ചു. ആ പ്രശ്നങ്ങളുടെ പിന്നിലെ ഉത്തരവാദി നമ്മുടെ കവി തന്നെയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. കാരണം എന്താണ്? ഇന്ന് ഇത് ചെയ്യണം. ഈ അച്ഛൻ്റെ പേരിൽ അച്ഛൻ്റെ ഓർമ്മയുടെ സമാപനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ആഘോഷങ്ങൾ സമാപിക്കുമ്പോൾ എൻ്റെ ഈ കാവ്യോപഹാരം അങ്ങയുടെ ഓർമ്മപ്പടിയിൽ വയ്ക്കാൻ ഒരു മകൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് കൂട്ടുനിന്നതിന്, അത് സാധ്യതപ്രായമാക്കിയതിന് ശ്രീ റാവുത്തർക്കും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങൾക്കും തീർച്ചയായിട്ടും അതിൻ്റെ സുഹൃതമുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത്തരം കാര്യങ്ങൾ, ഓർമ്മകൾ, സെൻറ്റിമെൻറ്റ്സ്, സ്നേഹം, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളോടൊക്കെയുള്ള സ്നേഹം, ഇതൊന്നും നമുക്ക് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. നമുക്കങ്ങനെ തോന്നും, ചിലതൊക്കെ തോന്നും, അച്ഛൻ്റെ ഈ ആഘോഷം സമാപിക്കുമ്പോൾ എൻ്റെ ഒരു കവിതാ പുസ്തകം വേണം എന്ന്. അത് എന്താണ് അതിൻ്റെ യുക്തി എന്ന് ചോദിച്ചാൽ ഒരു യുക്തിയുമില്ല. അത് സ്നേഹത്തിന് യുക്തിയില്ല എന്നുള്ളതാണ്. എനിക്ക് അങ്ങനെ വേണമെന്ന് തോന്നുകയാണ്. ആ തോന്നലാണ് ഒരു കവിയെ വ്യത്യസ്തയാക്കുന്നത്. നമ്മളെ കോട്ടയം ചെല്ലപ്പനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞു വന്നത്. മലയാളത്തിൽ അതുല്യനായ നടൻ. ആ അച്ഛൻ ആരായിരുന്നുവെന്ന് മക്കൾക്കറിയാം എന്ന് മാത്രമല്ല, കേരളത്തിലെ നാടക ചലച്ചിത്ര ആസ്വാദകർക്കെല്ലാം സുപരിചിതമായ മുഖം. എന്തായിരുന്നു ശ്രീ കോട്ടയം ചെല്ലപ്പൻ എന്ന നടൻ്റെ പ്രത്യേകത എന്നൊന്നും ശാസ്ത്രീയമായി അപഗ്രഥിക്കാൻ ഞാൻ ആളല്ല. ചില മനുഷ്യർ, ചില കലാകാരന്മാർ അങ്ങനെയാണ്. അവരുടെ മരണാനന്തര കാലഘട്ടത്തിൽ അവരാരായിരുന്നുവെന്ന് അവരുടെ അഭാവം കൊണ്ട് ആ കലാകാരന്മാർ പിന്നെയും പിന്നെയും നിർവചിച്ചു കൊണ്ടിരിക്കും. കോട്ടയം ചെല്ലപ്പൻ എന്ന് പറയുന്ന നടൻ അങ്ങനെ തൻ്റെ അഭാവം കൊണ്ട് തൻ്റെ സാന്നിധ്യം അനുഭവിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ നടനാണ്. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എങ്കിലും എൻ്റെ അച്ഛൻ്റെ സംഭാഷണത്തിൽ കോട്ടയം ചെല്ലപ്പൻ എപ്പോഴും ഉണ്ടായിരുന്നു എന്നെനിക്കറിയാം. എന്ന് മാത്രമല്ല, അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് പറയുന്നതെന്ന് വെച്ചാൽ, ആ റോളിന് ഈ സിനിമയുടെ ചർച്ചയാണല്ലോ. നമ്മളിങ്ങനെ ഒരു ഭാവിയിലൊരു ഗാനരചയിതാവെന്നുള്ളതിലേക്ക് അവിടെയൊക്കെ പാത്തും പതുങ്ങിയൊക്കെ നിൽക്കും ഈ ചർച്ചയുടെ സമയത്ത്. അവസാനം നമ്മളോട് എങ്ങനെ പാട്ട് എഴുതാൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചില്ല. പക്ഷേ എന്നാൽ ഈ ചർച്ചകളിലൊക്കെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ
ആ റോള് കോട്ടയം ചെല്ലപ്പൻ ചെയ്തിരുന്നെങ്കിൽ ഗംഭീരമായേനെ എന്ന് പല പ്രാവശ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് അങ്ങനെ നാടകമാണ് അദ്ദേഹത്തിൻ്റെ തട്ടകം. സിനിമയോട് ഒരു അനുഭാവം കൊണ്ട് സിനിമയിൽ അഭിനയിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു മോഹമല്ല. എല്ലാവരും കൂടെ നിർബന്ധിച്ചതുകൊണ്ട് അഭിനയിക്കാമെന്നല്ലാതെ നാടകമാണ് അദ്ദേഹത്തിൻ്റെ തട്ടകം. എന്തായിരുന്നു ഈ നടനെ ഇത്രമാത്രം വ്യത്യസ്തനാക്കിയത് എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു അഭിനയത്തിൻ്റെ സാങ്കേതികത്വമൊന്നും ഞാൻ വിശകലനം ചെയ്യാൻ ഞാൻ ആളല്ല. പക്ഷേ തീക്ഷ്ണതയാണ് കോട്ടയം ചെല്ലപ്പൻ എന്ന് പറയുന്ന നടൻ്റെ മുഖഭാവവും അഭിനയശൈലി. തീക്ഷ്ണതയാണ്, ഇൻറ്റൻസിറ്റിയാണ്. അത് നാടകത്തിൽ ആ ഇൻറ്റൻസിറ്റി കൊണ്ട് അരങ്ങിനെ ജ്വലിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. എന്നാൽ സിനിമ അങ്ങനെയല്ലല്ലോ. സിനിമയിൽ വളരെ കൺട്രോൾഡാണ്. ഈ സംവിധായകനോട് നിൽപ്പുണ്ട്. മറ്റൊരു സ്റ്റേജിൽ നമ്മൾ നിൽക്കുമ്പോൾ വേറെ ആരും ഇല്ലല്ലോ. സ്റ്റേജിൽ നടനാണ് കൺട്രോൾ ചെയ്യുക. ഇതങ്ങനെയല്ല. ഇപ്പോൾ ഓവർ എക്സ്പ്രഷനായി പോയാൽ ഡയറക്ടർ കട്ട് പറയും, ടേക്ക് 2ലേക്ക് പോകും. അപ്പോൾ നിയന്ത്രിതമായ അഭിനയമാണ് സിനിമയിൽ. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് സിനിമയോട് വലിയ ഭ്രമമുണ്ടായില്ല. കുറേയൊക്കെ അഭിനയിച്ചു, നല്ല റോളുകൾ അഭിനയിച്ചു, കുറച്ച് നല്ല കഥാപാത്രങ്ങളെ നമുക്ക് തന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സെപ്പോഴും അരങ്ങിൻ്റെ വെളിച്ചത്തിൽ നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയാണ് നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വരുന്നവരുടെ ആദ്യ പ്രണയം നാടകം തന്നെയാണ്, തിയേറ്റർ തന്നെയാണ്. സിനിമ അതിന് ഒരു മാച്ചല്ല, അതിനോട് കിടപിടിക്കാനുള്ളൊരു മാധ്യമമല്ല സിനിമ. നാടകം തന്നെയാണ് ഒരു നടൻ്റെ കഴിവ് തെളിയിക്കാനുള്ള ഏറ്റവും വലിയ മാധ്യമം. അത് മനസ്സിലാക്കിയ കോട്ടയം ചെല്ലപ്പനെ പോലുള്ളൊരു നടൻ സിനിമയിൽ അധികം ഒരുപാട് റോളൊന്നും തേടിപ്പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ അന്വേഷിച്ച് വരുന്ന റോളുകളൊക്കെ ചെയ്തു. നാടകത്തിലേക്ക് മടക്കിപ്പോക്കാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനം. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ സംഭാഷണത്തിലൂടെയാണ് കോട്ടയം ചെല്ലപ്പൻ എന്ന് പറയുന്ന ഒരു നടൻ്റെ പ്രാധാന്യവും സാങ്കത്യവുമൊക്കെ ഞാനൊരു പരിധി വരെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹം നല്ലൊരു അച്ഛനായിരുന്നു കൂടിയാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം മക്കൾക്കൊക്കെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ആ ഓർമ്മകളെ താലോലിക്കാൻ മക്കൾക്ക് തോന്നുന്നുവെങ്കിൽ ആ അച്ഛൻ്റെ സാന്നിധ്യവും സാമീപ്യവും അങ്ങേയറ്റം പ്രചോദനാത്മകമായിരുന്നു എന്ന് തന്നെ നമ്മൾ ഊഹിക്കണം. ഏതായാലും ആ വലിയ നടൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ എൻ്റെ ആദരാഞ്ജലികൾ ഞാൻ അർപ്പിക്കുന്നു. എൻ്റെ ഓർമ്മയുടെ ഒരു പൂവ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മപ്പടിയിൽ വയ്ക്കുകയാണ്. ഇവിടെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഈ പുസ്തകം പ്രകാശിപ്പിച്ചുകൊണ്ട് കവിതയെപ്പറ്റി സംസാരിക്കുക എന്നതാണ്. അഭിനയം എൻ്റെ തട്ടകമല്ല, അതുകൊണ്ട് അതിനെപ്പറ്റി ഞാനിതിൽ കൂടുതൽ പറയാൻ സാധിക്കും. എന്നാൽ കവിതയെപ്പറ്റി കുറച്ചും കൂടി ആധികാരികമായിട്ടൊക്കെ പറയാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് കവിതയിലേക്ക് വരാം. ശ്രീകലയുടെ കവിത, ഇതിൻ്റെ പേര് കൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അധ്യാപികയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ, സാഹിത്യ അധ്യാപികയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വാക്കുകളൊക്കെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കും. കാരണം നമ്മൾ ക്ലാസ്സിലൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുമല്ലോ. അപ്പോൾ ഇവിടെ ഷെയ്ഡ്സ് ആൻഡ് ഷാഡോസ് എന്നാണ്. ഷാപ്രാസത്തിന് വേണ്ടി ഉപയോഗിച്ച 2 വാക്കല്ല. ഷെയ്ഡ്സിന് ഒരർത്ഥം, ഷാഡോസിന് വേറൊരർത്ഥം. ഒരു നെഗറ്റീവും പോസിറ്റീവും അതിനകത്തുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണല്ലോ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രൊട്ടക്റ്റീവ് കവറാണ് ഷെയ്ഡ്. ഷാഡോ അങ്ങനെയല്ല, അതിന് പല അർത്ഥങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു നെഗറ്റീവ് ആൻഡ് പോസിറ്റിവിറ്റി ഇവിടെ ചേർത്ത് വച്ചിരിക്കുകയാണ് ഈ ശീർഷകത്തിൽ തന്നെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഷെയ്ഡ്സ് ആൻഡ് ഷാഡോസ്. അതുതന്നെ കവിയുടെ ഒരു പെർസ്പെക്റ്റീവ്, കവിയുടെ ഒരു ജീവിതത്തോടുള്ളൊരു വീക്ഷണം, അനുഭവങ്ങളോടുള്ള ഒരു സാകല്യത, മനോഭാവം എല്ലാം തന്നെ ഈ ശീർഷകത്തിൽ തന്നെ ഉണ്ട്. ജീവിതം ഷെയ്ഡ് മാത്രമല്ല, ഷാഡോ മാത്രമല്ല, ഷെയ്ഡ്സ് ആൻഡ് ഷാഡോസ് ആണ് എന്നാണ് ഈ ശീർഷകം നമ്മളോട് നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനൊരു ശീർഷകം ഇടാൻ തന്നെ നല്ലൊരു കവിക്കും നല്ലൊരു അധ്യാപികയ്ക്കും മാത്രമേ സാധിക്കൂ എന്നുകൂടി ആമുഖമായി പറയേണ്ടതുണ്ട്. അങ്ങനെ വേണം ഈ കവിതകളെ സമീപിക്കാൻ. ഈ ഒരു ദ്വിമാനത, ഇതൊരു ഒരു വൺ സൈഡഡ് ആയിട്ട്, അല്ലെങ്കിൽ എന്താണ്, ഒരു മോണോക്രോം അല്ല അതിൻ്റെ വാക്ക്. അത് പെർസ്പെക്റ്റീവ് ഇല്ലാതെ ഒരു ഏകമാനതയിൽ കാണേണ്ട കവിതകളല്ല, ത്രിമാനതയിൽ കാണേണ്ട കവിതകളാണ്. ജീവിതത്തെ അതിൻ്റെ ആഴത്തിൽ, അതിൻ്റെ സകല കോൺട്രഡിക്ഷൻസോടും കൂടി അവതരിപ്പിക്കാനാണ് ഈ കവി തൻ്റെ അനുഭവങ്ങളിലൂടെ ശ്രമിച്ചിരിക്കുന്നത്. ഞാൻ ഈ കവിതയെപ്പറ്റി ഇവിടെ ആധികാരികമായിട്ടിപ്പോൾ ഇദ്ദേഹം അതിനെപ്പറ്റി, ശ്രീകുമാർ ഇതിനെപ്പറ്റി നല്ലൊരു അവതാരിക എഴുതിയിട്ടുണ്ട്. അത് വായിച്ചാൽ തന്നെ കാര്യങ്ങൾ ഞങ്ങൾ ഈ പറയേണ്ട കാര്യമൊന്നുമില്ല. വീട്ടിൽ പോയത് വായിച്ചാൽ മതി. പുസ്തകം വാങ്ങിച്ചുകൊള്ളുക, അദ്ദേഹത്തിൻ്റെ 3 പേജ് വായിച്ചുകൊള്ളുക, കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഞാനതുകൊണ്ട് അധികം വായിച്ചില്ല. കാരണം നമ്മളെ ഒറിജിനൽ തോട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ കടമെടുത്ത് പറഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതൊന്നും അധികം വായിച്ചില്ല. എങ്കിലും ഓടിച്ചൊന്ന് വായിച്ചു കേട്ടു. കവിതകളും പലതും വായിച്ചു. എനിക്ക് തോന്നിയത് ഈ കവിതകൾ 4-5 പ്രമേയങ്ങളിൽ, അദ്ദേഹം ഇത് കൂടുതൽ പഠിച്ച ആളുടെ പറ്റി പറയാൻ സാധിക്കും. എനിക്ക് തോന്നിയത് എൻ്റെ ഒരു വായനയിൽ 5 പ്രമേയങ്ങളിലൂടെയാണ് ഈ കവിതകൾ വളരുന്നത്. ആ പ്രമേയങ്ങളാകട്ടെ കവിക്ക് വളരെ പ്രിയപ്പെട്ട
5 പ്രമേയങ്ങൾ. ഞാൻ ഇനി കൂടുതലുണ്ടാവാം, 5 ആണ് എൻ്റെ ഒരു വർഗീകരണത്തിൽ വന്നത്. ഒന്ന്, പ്രകൃതി തന്നെയാണ് ഈ കവിയുടെ ഏറ്റവും ഒരു എറ്റേണൽ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ. ഓരോന്ന് ഞാൻ പറയാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ പ്രകൃതി ഈ കവിക്ക് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതൊരു ഒരു റിന്യൂവൽ, ഒരു റീജനറേറ്റീവ് ബാമാണ്. ജീവിതത്തിൻ്റെ മിക്കവാറും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ ഈ പ്രകൃതിയിൽ ഉത്തരമുണ്ട്. അതൊരു റീജനറേഷൻ നടക്കും. അത് പ്രകൃതിയിൽ നിന്ന് അകലുന്നതാണ് മനുഷ്യൻ്റെ ദുരന്തത്തിൻ്റെ കാരണം എന്നെല്ലാം സൂചിപ്പിക്കുന്ന പ്രകൃതി കവിതകൾ ഉണ്ട്. അത് പാരിസ്ഥിതിക കവിതകളാണോ എന്ന് ചോദിച്ചാൽ പാരിസ്ഥിതികമായ അവബോധത്തിലേക്ക് നമ്മൾ ഉണർത്താതിരിക്കുകയില്ല. ഇപ്പോൾ എന്താണ് പ്രകൃതി ഈ കവിയോട് ചെയ്യുന്നത് എന്ന് ഒരു കൊച്ചു കവിതയിലെ 4 വരി വായിച്ചിട്ട് ഞാനൊന്ന് വ്യക്തമാക്കാം. എഗൻസ്റ്റ് ദ ടൈഡ്സ് എന്നാണ്. Early morning showers, bright sunlight follows. Drops of rain on the blooms glitter in the golden sun rays. Render them a look ethereal. ഒരു എഥീരിയൽ ലുക്ക്. അത് എഡ്സ്വർത്ത് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഇതാണ് പറഞ്ഞു. ഞാൻ അധ്യാപകനില്ലാത്തതിൻ്റെ വരികൾ മറന്നുപോകും. എന്താണ് ബ്ലിസ് വാസ് ഇറ്റ് ഇൻ ദ ഡോണ്ട് ടു ബി അലൈവ് എന്നൊക്കെയുള്ള വരികളെ നമ്മളത് അനുസ്മരിപ്പിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നീടാണ് പറയുന്നത് ആ കവിതയുടെ ലാസ്റ്റിൽ എഗൻസ്റ്റ് ദ ടൈഡ്സ് എന്നുള്ള കവിതയിൽ ഈ പ്രകൃതിയെ ഒക്കെ വർണ്ണിച്ചിട്ട് അവസാനം പറയുന്നത്, this life to be lived intrepidly with perseverance indefatigable. പരാജയബോധമില്ലാതെ ക്ഷമയോടുകൂടി ഈ ജീവിതത്തെ നമ്മൾ നേരിടണമെങ്കിൽ ഈ പ്രകൃതി തന്നെയാണ് നമുക്ക് ഏക തുണ എന്ന് ഒരു സന്ദേശം ഈ പ്രകൃതിയിൽ നിന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രകൃതി ഈ കവിയെ സംബന്ധിച്ചിടത്തോളം ഒരു റീജനറേഷൻ്റെ സോഴ്സാണ്. എന്തെല്ലാം നഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായാലും പ്രകൃതി ചാലിച്ചു കൊടുക്കുന്ന ആ ഒരു ബാം എന്ന് പറയുന്നത് എന്താണ്, ഒരു സുഖദായകമായിട്ടുള്ള ലേപം അത് പ്രകൃതിയിൽ നിന്ന് ഈ കവി അനുഭവിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പ്രകൃതിയെ പറ്റി പറഞ്ഞാൽ ഒരുപാടുണ്ട്. മറ്റൊന്ന് ലവ്. ഇംഗ്ലീഷിൽ ലവ് എന്ന് പറഞ്ഞാൽ പ്രണയമെന്നും സ്നേഹമെന്നും ഒക്കെ അർത്ഥമുള്ളതുകൊണ്ട് ഞാൻ ലവ് എന്നുള്ള വാക്കേ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം അധ്യാപിക ആയതുകൊണ്ട് ലവ് എന്നുള്ള വാക്കിന് വളരെ പരിമിതമായ അർത്ഥമേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. അധ്യാപക കവികൾ സത്യം മുഴുവൻ പറയുകയില്ല, പറയാൻ പറ്റൂല, കാരണം പിള്ളേർ വായിക്കില്ലേ. അതുകൊണ്ട് ഞാനത് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ലവ് എന്നുള്ള വാക്കേ ഉപയോഗിക്കുന്നുള്ളൂ. ലവ് അത് സ്നേഹമെന്നും പ്രണയമെന്നും ഒക്കെ മലയാളത്തിൽ 2 വാക്കുണ്ടെങ്കിലും ഇംഗ്ലീഷിൽ ഒരു വാക്കേ ഉള്ളൂ. അപ്പോൾ ഈ ലവിനെ പറ്റിയൊക്കെ പേജ് 82 പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഈ കവിയുടെ പ്രചോദനങ്ങളെന്ന് പറയുന്നത്. പ്രണയ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് മാനിഫെസ്റ്റേഷൻസ് ഓഫ് ലവ്. 82 എന്താണ് 82 അതെ. ഒരിടത്ത് പറയുന്നുണ്ട്, ലവ് ഈസ് എൻ ആഗണി ദാറ്റ് സ്റ്റിങ്സ്. പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്ന് ആരോ വിളിച്ചു എന്ന് പണ്ട് യൂസഫ് അലി ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ലവ് ഈസ് എൻ ആഗണി ദാറ്റ് സ്റ്റിങ്സ് when its partakers are kept apart. The excruciating pain lovers feel in separation, the touchstone sure for love true. In staying apart does not wound. If staying apart does not wound, never there was love in these hearts. വിരഹം നിങ്ങളെ വ്രണപ്പെടുത്തുന്നില്ല എങ്കിൽ ആ ഹൃദയങ്ങളിൽ പ്രണയമുണ്ടായിരുന്നില്ല എന്നാണ് അനുമാനിക്കേണ്ടത് എന്ന് കവിവചനം. അപ്പോൾ പ്രണയത്തിൻ്റെ അടരുകളിലേക്ക് പോകാൻ സജ്ജമായിട്ടുള്ള ഒരു മനസ്സ് ഈ കവിതകളിൽ കാണാം. പ്രണയത്തെ അങ്ങനെ ഒരു വളരെ പരിമിതമായ അർത്ഥത്തിലല്ല, ഇൻ എ ലാർജർ കോണ്ടെക്സ്റ്റ് ജീവിത പ്രണയം തന്നെ ഈ കവി ആവിഷ്കരിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി, എന്തിന് പാലസ്തീനിലെ യുദ്ധം പോലും കവിക്ക് വിഷയമാകുന്നുണ്ട്. ആ കവിതകളൊക്കെ കുറച്ച് പ്രകടമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ സമൂഹത്തോട് വളരെ സക്രിയമായി പ്രതികരിക്കുന്ന ഒരു മനസ്സും നമുക്കിവിടെ കാണാം. അല്ലാതെ പ്രകൃതിയിൽ മാത്രം കണ്ട് തൻ്റെ സ്വകാര്യ ദുഃഖങ്ങളെ മാത്രം പരിചരിക്കുന്ന കവിയല്ല. സമൂഹത്തിൽ പദമൂന്നി നിൽക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കവിയെയും നമുക്കിവിടെ കാണാം. ഏറ്റവും പുതിയ കാര്യങ്ങൾ വരെ, മണിപ്പൂരിലെ യാതന വരെ ഈ കവിക്ക് വിഷയമാവുന്നുണ്ട്. അതുപോലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളും സ്ത്രീകളുടെ ഒറ്റപ്പെടലും എല്ലാം ഈ കവിക്ക് വിഷയമാണ്. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയതും ഈ പുസ്തകത്തിൻ്റെ ഈ കവിതകൾക്ക് പ്രാധാന്യം കൈവരുന്നതുമായ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് കാലത്തെപ്പറ്റി, സമയത്തെപ്പറ്റിയുള്ള ഈ കവിയുടെ അവബോധമാണ്. അത് ഒരുപാട് കവിതകളിൽ അത് വളരെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതാണ്. ഈ ദ ട്രാൻസിയൻ ടൈം, ഇങ്ങനെ കടന്നു പോകുന്ന കാലം, നമ്മളുടെ ജീവിതം അപഹരിച്ചുകൊണ്ട് കടന്നു പോകുന്ന കാലം, കുഞ്ഞുങ്ങളെ മധ്യവയസ്കര വൃദ്ധന്മാരെ വിസ്മൃതരുമാക്കി കടന്നു പോകുന്ന കാലത്തെക്കുറിച്ച് ഈ കവി വളരെ തീക്ഷ്ണമാം വിധം ബോധവതിയാണ് എന്നുള്ളതാണ് ഈ കവിതകൾക്ക് ഒരു ഫിലോസോഫിക്കൽ ഡയമെൻഷൻ കൊടുക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു.
ആ ഡയമെൻഷൻ ഇല്ലായിരുന്നുവെങ്കിൽ ഈ കവിതകൾക്ക് ഒരുപക്ഷെ ഇത്രയേറെ പ്രാധാന്യം കൈവരുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ടൈമിനെ പറ്റിയുള്ള, കാലത്തെ പറ്റിയുള്ള, കാലത്തിൻ്റെ ഈ ഗമനത്തെ പറ്റിയുള്ള ഒരു അവബോധത്തോടു കൂടി ജീവിതത്തെ കാണാൻ ഈ കവിക്ക് സാധിക്കുന്നു. അത് തൻ്റെ സുഖദുഃഖങ്ങളെയും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെയും ഒക്കെ മറ്റൊരു പരിപ്രേക്ഷ്യത്തോടു കൂടി, സമചിത്തതയോടുകൂടി, എന്തിന് ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ, പിന്നെ ആ വാക്കെന്താണ്, സ്ഥിതപ്രജ്ഞയോടുകൂടി കാണാൻ ഈ കവിയെ ഒട്ടൊക്കെ സഹായിക്കുന്നുണ്ട് എന്നതുകൊണ്ടുകൂടി ഈ ഷെയ്ഡ്സ് ആൻഡ് ഷാഡോസിലെ കവിതകൾ ശ്രദ്ധേയമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് ഞാൻ ഇതിനു മുമ്പും ശ്രീകലയുടെ മറ്റൊരു പുസ്തകത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ നമ്മൾ ഈ കവിത എഴുതിയതുകൊണ്ട് വല്ല പ്രയോജനവും ലോകത്തുണ്ടോ എന്നും കൂടി ഒരു കവി എന്നുള്ള നിലയ്ക്ക് ചിന്തിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ കവിതയുടെ പ്രയോജനം എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ കവിത വായിച്ചിട്ട് ഇവിടെ യുദ്ധം ആരെങ്കിലും അവസാനിപ്പിക്കുകയോ പ്രകൃതി വിനാശം കവിത വായിച്ചുകൊണ്ട് ഞാനിനി പ്രകൃതിയെ ദുഷിപ്പിക്കുന്നില്ല എന്ന് പറയുകയോ ആളുകളെ പാര വയ്ക്കുന്നതൊക്കെ ഞാൻ നിർത്തി ഞാൻ നല്ലൊരു കവിത സ്നേഹത്തെപ്പറ്റി വായിച്ചു എന്ന് വിദ്വേഷത്തിൻ്റെ പ്രവാചകർ പറയുമെന്നോ ഒന്നും ഞാൻ കരുതുന്നില്ല. പിന്നെ എന്താണ് ഈ കവിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കേട്ടോളൂ, ഇവിടെ ഔഷധം ഇരിപ്പുണ്ട്, വേണമെങ്കിൽ കഴിക്കാമെന്നേ പറയാൻ പറ്റൂ. കവിവചനം ഔഷധമാണ്, കവിവചനം ലേപനമാണ്, എടുത്തുപയോഗിച്ചു കൊള്ളുക എന്ന് സമൂഹത്തിനോട് പറയാനുള്ള ബാധ്യതയാണ് ഏതൊരു കവിയും നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ സമൂഹത്തിലെ പ്രശ്നങ്ങളെല്ലാം നെരൂദ തന്നെ പറഞ്ഞല്ലോ, ഐ ഡിഡ് നോട്ട് കം ടു സോൾവ് എനി പ്രോബ്ലംസ്. ഞാൻ ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാനില്ല, പക്ഷേ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാൻ എനിക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത തന്നെയാണ് ഇവിടെ ഈ കവി നിറവേറ്റുന്നത്. എന്നോട് എം ടി വാസുദേവൻ നായർ ഒരു കാര്യം പറഞ്ഞൊരു വാക്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഏതൊരു ഇഷ്യൂ പ്ലാച്ചിമട ഒന്നുമാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ജയകുമാർ, എല്ലാ കേസിലും നമ്മൾ വിജയിക്കില്ല, പക്ഷേ എല്ലാ കേസും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾ, സമൂഹത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ തോക്കുമെന്നറിഞ്ഞാലും വാദിച്ചു കൊണ്ടേയിരിക്കണം. അതാണ് കലാകാരൻ്റെ ജോലി. കേസ് നോക്കുമായിരിക്കും, പക്ഷേ കേസ് വാദിക്കണം, വാദിക്കാതിരിക്കരുത്, വാദിക്കാതെ ഒളിച്ചോടരുത് എന്ന് പറയുന്നത് പോലെ സ്നേഹത്തിൻ്റെയും നന്മയുടെയും പ്രകൃതിയുടെയും ഈ എല്ലാ ഭാഗത്ത് നിന്നുകൊണ്ട് സ്നേഹത്തിൻ്റെ വചസ്സുകളായി പുറത്തു വന്നിരിക്കുന്ന ഈ ഷെയ്ഡ്സ് ആൻഡ് ഷാഡോസിലെ കവിതകൾ നമ്മളിലെ നന്മയെ ഉണർത്താൻ പ്രേരിപ്പിക്കട്ടെ. ഔഷധം എവിടെ ഇരിപ്പുണ്ട്, ഇത് വന്ന് എടുത്ത് കഴിച്ച് നിങ്ങൾക്ക് തന്നെ സ്വയം നന്മയിലേക്ക് നടക്കാൻ സാധിക്കും. അതാണ് ഒരു കവിയുടെ ധർമ്മം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കവിക്ക് എല്ലാ ഭാവുകങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ ജി ജയകുമാർ. വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, ക്ഷമിക്കണം, ഞാൻ അല്പം വൈകിപ്പോയി. ഇത് I consider this as an honor. I'm being honored receiving this book from Mr. Jayakumar K. IAS retired and former Chief Secretary of Kerala. അത് ഓണറായിട്ട് ഞാൻ പറയുന്നതിൻ്റെ ഒരു കാരണം അതുകൊണ്ട്, കാരണം അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു ഹൃദയത്തിൻ്റെ ഒരു ഉടമയും കൂടിയാണ് അദ്ദേഹം, കവി ഹൃദയം. അദ്ദേഹം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നതും ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത്, ഒരു ചീഫ് സെക്രട്ടറി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിട്ടോ IAS റിട്ടയർഡ് ആയിട്ടോ നിങ്ങളത് വയ്ക്കാതിരിക്കുകയോ ചെയ്യുക, അതിലല്ല എനിക്ക് താല്പര്യം. ഒരു കവിയായിട്ട് അറിയപ്പെടാനാണ്. അദ്ദേഹവുമായിട്ടുള്ള എൻ്റെ അടുപ്പം എന്ന് പറയുന്നത് കവിതയിലൂടെ അല്ല, വളരെ മനോഹരമായ ഇത്രമേൽ മണമുള്ള കുടമുല്ലപ്പൂവുകൾ, ചന്ദനലേപ സുഗന്ധം, സൂര്യാംശുവേതോ വയൽപ്പൂവിലൊരു വൈരം പതിക്കുന്നുവോ, ഇങ്ങനെയൊക്കെയുള്ള ഗാനങ്ങളാണ് എന്നെ ഒരുപക്ഷെ അദ്ദേഹമായിട്ട് അടുപ്പിച്ചതിൻ്റെ ഒരു കാരണം. മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നിവിടെ വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതാണ്, പക്ഷെ അത് നടന്നില്ല. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള പ്രസംഗം. ഒരുപക്ഷെ ഈ തിരുവനന്തപുരത്ത്, ഞാൻ പുകഴ്ത്തി പറയുകയല്ല, 2-3 പേരുടെ അവർ പങ്കെടുക്കുന്ന യോഗങ്ങളിൽ അവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ ഉണ്ടാവും, അവരുടെ സംഭാഷണം കേൾക്കാൻ. അവരേത് രീതിയിലാണ് ഒരു സംഭാഷണം അല്ലെങ്കിൽ ഒരു കാര്യം ഡെലിവർ ചെയ്യുന്നത്, ഒരു പ്രസൻറ്റേഷൻ നടത്തുന്നത്, അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ 2 കാരണത്താലാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള ആദരവ് വളരെ കൂടുതലായിട്ട് തോന്നുന്നത്.
ഒന്ന്, അദ്ദേഹത്തിന് കവിഹൃദയം ഉള്ളത് കൊണ്ട് ഈ ഒരു പുസ്തകം ഷെയ്ഡ്സ് ആൻഡ് ഷാഡോസ് എന്ന് പറയുന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ എന്തുകൊണ്ടും ഹീസ് എ റൈറ്റ് പേഴ്സൺ. ഈ പുസ്തകം ഏറ്റുവാങ്ങിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയത് ഞാനും ശ്രീകലനാഥനും തമ്മിലുള്ള അടുപ്പമാണ്. അത് 2018 മുതലാണെന്ന് തോന്നുന്നു. എൻ്റെ ഒരു ചെറിയൊരു മാസികയുണ്ട്, ഇന്ത്യ ഫോർവേഡ് എന്ന് പറയുന്ന, ഇപ്പം 16 വർഷമായി, ഇംഗ്ലീഷിലാണ്, തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന. ഇറ്റ്സ് എ വൺ മാൻ ഷോ. അപ്പോൾ അതിൽ സ്ഥിരമായിട്ട് എഴുതുന്ന 2 പേര്, വേറെയും ആൾക്കാർ ആദ്യകാലത്ത് എഴുതിയിരുന്നു, പക്ഷെ അവർക്ക് തിരക്കുകൾ കാരണം മാറി നിൽക്കേണ്ടി വന്നെങ്കിലും ഈ 2 പേര്, അതായത് ഒന്ന് ശ്രീകല മാം, മറ്റൊന്ന് സരസ്വതി വി കൃഷ്ണൻ, 2 പേരും അധ്യാപികമാർ, 2 പേരും ഇംഗ്ലീഷ് പ്രൊഫസർമാരായിരുന്നു, 2 പേരും സുന്ദരമായിട്ട് കവിത എഴുതും. അപ്പം ഇവരിങ്ങനെ സ്ഥിരമായിട്ട് കവിത എഴുതി തുടങ്ങിയപ്പം ഇതിൽ എഴുതുന്ന ചില പുരുഷ കേസരിമാർ, അങ്ങനെ തന്നെ ഞാൻ പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു, അവരെന്നോട് ചോദിച്ച് എന്താണ് ഈ പക്ഷഭേദം കാണിക്കുന്നത്, എന്താണ് സ്ഥിരമായിട്ട് അവർ തന്നെ എഴുതുന്നത്? അതിനുള്ള ഉത്തരം എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അവർ നന്നായിട്ട് എഴുതുന്നു. കവിത എന്ന് പറയുന്നത് ONV ഒരു പാട്ടിൽ പറയുന്ന ഹൃത്കമ്പിയിൽ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഹൃദയവുമായിട്ട് അതിന് സംവേദിക്കാൻ കഴിയണം, എന്നാൽ മാത്രമേ ആ കവിത കൊണ്ട് എന്തെങ്കിലും ഗുണമുള്ളൂ. വി ഷുഡ് ഫീൽ പോയിട്രി. അപ്പോഴാണ് നമ്മൾ ആ കവിത കൂടുതൽ ആസ്വദിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ ജയകുമാർ സാറ് പറഞ്ഞതുപോലെ അച്ഛൻ്റെ ബർത്ത് സെന്റിനറിയുടെ ആ വർഷം തന്നെ, ആ സമാപനത്തോടു കൂടി തന്നെ, ആ സമയത്ത് ഇങ്ങനൊരു ബുക്ക് ഇറക്കാൻ കഴിഞ്ഞ് അത് വളരെ ശരിയായ ഒരു തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്, അദ്ദേഹം മരിച്ചിട്ട് 52 വർഷം കഴിഞ്ഞു തോന്നുന്നു. 52 വർഷം കഴിഞ്ഞ് അദ്ദേഹം 71 മരിക്കുന്ന, അദ്ദേഹത്തെ പോലെ തന്നെ അതുല്യനായ നമ്മുടെ സത്യൻ മാഷ് മരിക്കുന്നതും 71. മാസങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സത്യൻ മാഷ് ജൂണിലും ഇദ്ദേഹം ഡിസംബറിലും. അപ്പം ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കോട്ടയം ചെല്ലപ്പൻ മരിക്കാൻ നേരത്ത് 48 വയസ്സ്, സത്യൻ മാഷ് മരിക്കാൻ 58 വയസ്സാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഐക്യം നോക്കുക. ആദ്യത്തെ വില്ലനാണ് അദ്ദേഹം. വളരെ മനോഹരമായ ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ച ചിത്രങ്ങൾ നമ്മൾ നോക്കാൻ നേരത്ത് നമ്മുടെ ജയകുമാർ സാറിന്റെ അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ചിത്രത്തിലുമുണ്ട്, അഗ്നിമൃഗം. അതിൽ ശ്രദ്ധേയമായ ഒരുപാട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ഒരു മനുഷ്യനാണ്. നാടകത്തെക്കുറിച്ച് സാറ് പറഞ്ഞ്, നാടകം എന്ന് പറയുന്നത് ഇദ്ദേഹം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഇന്റർമീഡിയറ്റ് കഴിഞ്ഞിട്ട് വ്യോമസേനയിലേക്ക് പോവുകയും 4 വർഷത്തോളം വ്യോമസേനയിൽ ജോലി ചെയ്തിട്ട് പിന്നീട് ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ട് വരികയും, ആ ബാങ്ക് ഉദ്യോഗസ്ഥനാവുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസരം വരുന്നത്. അതായത് തോപ്പിൽ ഭാസിയുടെ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന നാടകത്തിൽ അഭിനയിക്കാൻ. ആ നാടകത്തിൽ അഭിനയിച്ചതോടുകൂടി അദ്ദേഹം അറിയപ്പെടുകയായിരുന്നു കേരളം മുഴുവനും. അങ്ങനെയാണ് അദ്ദേഹം സിനിമയിലോട്ട് പോകുന്നത്. പക്ഷെ അധികമൊന്നും അങ്ങനെ സിനിമയിൽ ചെയ്തതെല്ലാം ശ്രദ്ധേയമായ കഥാപാത്രങ്ങളാണ്. പിന്നെ പേര് കോട്ടയം എന്ന് ചേർക്കുന്നത് എനിക്ക് തോന്നുന്നു തെക്കുറിശിയുടെ കൈവല്ലം ഉണ്ടായിരുന്നു. പലർക്കും പേരിട്ട തെക്കുറിശി അവിടെ ഒരു വേല കാണിച്ച് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി കോട്ടയം ചെല്ലപ്പൻ. ഇദ്ദേഹം ചെയ്ത ഒരുപാട് നല്ല സിനിമകളുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ അറിയാതെ പോയി എന്നുള്ളതാണ്. കാരണം എപ്പോഴും അങ്ങനെയാണല്ലോ, പലതും നമ്മൾ മറക്കും. ചെമ്മീനിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. ചെമ്മീനിലെ അവിടെ തുറയിലെ മൂപ്പനായിട്ട് അഭിനയിച്ചിരുന്നു. അതേപോലെ കോൺട്രാക്ടറുടെ റോള്, എഞ്ചിനീയറുടെ റോള്, അങ്ങനെ വിവിധ വളരെ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ച് വളരെ ശ്രദ്ധേയനായൊരു നടനായിരുന്നു. അങ്ങനെ 59 തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം 71 അവസാനിക്കുന്നു. സത്യൻ്റെത് 52 തുടങ്ങുന്നു, 71 അവസാനിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ശ്രദ്ധേയമായ ഒരു ഇലസ്ട്രിയസ് ആയിട്ടുള്ള ഒരു ഫാദറിൻ്റെ ഡോട്ടർ എഴുതിയ ഒരു കവിതാ സമാഹാരം ഷെയ്ഡ്സ് ആൻഡ് ഷാഡോസ്. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഇതുപോലൊരു ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞത്. ഇതെനിക്ക് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി. ഇതിൽ അടങ്ങിയിരിക്കുന്ന കവിതകളിൽ 13-14 എണ്ണം എനിക്ക് തോന്നുന്നു എൻ്റെ ഇന്ത്യ ഫോർവേഡിൽ തന്നെ പ്രസിദ്ധീകരിച്ച കവിതകളാണ്.
വളരെയേറെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട കവിതകളാണ് അവയെല്ലാം. ജയകുമാർ സാർ പറഞ്ഞതുപോലെ എല്ലാ വിഷയങ്ങളും, അതായത് സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു കവിയാണ്. ഷീസ് കമ്മിറ്റഡ്. അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് കവിക്കറിയാം. അത് നമ്മൾ ഓരോ കവിതകളും എടുത്ത് നമ്മൾ വായിച്ചു നോക്കാൻ നേരത്താണ് നമ്മളുടെ അത് എന്തുമാത്രം ഒരു ഫീൽ ഉണ്ടാക്കുന്നത്. നമ്മളൊരു പാട്ട് കേൾക്കാൻ നേരത്ത് നമ്മളൊരു ഫീൽ ഇല്ലെങ്കിൽ, ഇന്നത്തെ പാട്ടുകൾ എന്ന് പറയാൻ നേരത്ത് ഞാൻ ആ കുറ്റം പറയുന്നതല്ല, പക്ഷേ അത് നമുക്കെന്തോ നമ്മളുമായിട്ട് തന്നെ പറ്റുന്നില്ല. ഇന്നത്തെ വേറെ ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ അത് പറ്റിയെന്ന് വരാം, അത് വേറെ കാര്യം. അപ്പം അവിടെയാണ് ഞാൻ നോക്കിയപ്പോൾ വളരെ മനോഹരമായിട്ട് ഈ ശ്രീകല മാഡം ഓരോ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുകയും പ്രകൃതിയായാലും യുദ്ധമായാലും മണിപ്പൂരിലെ സംഭവങ്ങളായാലും വളരെ കാര്യമായിട്ട് ഒരുതരം നിഷ്പക്ഷത പാലിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. ഞാൻ പലപ്പോഴും പലതും പറയാൻ നേരത്തൊക്കെ നിഷ്പക്ഷത എനിക്ക് പാലിക്കാൻ പറ്റാതെ പോകുന്നു എന്ന് ചിലർ പറയാറുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് അത് കണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ പാലസ്തീൻ്റെ കാര്യം പറയാൻ നേരത്ത്, ആ പാലസ്തീനിൽ നടക്കുന്ന, ഞാൻ പറയും അവിടെ ഹമാസും സ്റ്റേറ്റ് ഓഫ് പാലസ്തീൻ ഇസ്രയേലും തമ്മിലുള്ള യുദ്ധമാണെന്ന് എന്ന് പറയാൻ നേരത്ത് എൻ്റെ കാഴ്ചപ്പാടിൽ രണ്ടും ടെററിസ്റ്റാണ്. ഇവിടെ ഉള്ളവർ എതിർത്താൽ പോലും ഒന്ന് സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം ആണെങ്കിൽ മറ്റൊന്ന് മറ്റൊരു രീതിയിലുള്ള ടെററിസ്റ്റാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതേപോലെയാണ് മണിപ്പൂർ വിഷയമൊക്കെ പറയാൻ നേരത്ത് പക്ഷേ ഇവിടെ നമ്മൾ നോക്കുക, ശ്രീകല മാഡം വി ആർ ഇൻ ദ ഡാർക്ക് എന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ടുണ്ട്. അതിലേതാനും വരികൾ ഞാൻ വായിക്കാം. When saffron reigns at center and state, why these atrocities in Manipur? When power is rested in the hands of the cogent, why is Manipur flaming red? A land gifted with nature's bounty, a land of hills and dales. പിന്നെ അവർ വരുന്നത് ആ പ്രകൃതി രമണീയമായ മണിപ്പൂരിനെ കുറിച്ച് വന്നിക്കുക. അത് കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ പോലെയുണ്ട്. The gods have no place to lay their heads, where folks in kinship flocked in plenty to offer prayers, to gather grace aplenty. No place to lodge their hearts' deep plains, a mass of debris, a ghost land is Manipur. ഇന്ന് അതായി തീർന്നിരിക്കെ ജൂവൽ ഓഫ് ഇന്ത്യ എന്ന നെഹ്റു വിശേഷിപ്പിച്ച മണിപ്പൂർ. ഇനി പാലസ്തീനെ കുറിച്ചുള്ള കവിത, Wars no more, yet another war, Abraham's sons at war, Isaac's and Ismail's at war, a long-standing war it is, the deadliest war this war, a war of demonic magnitude, scattering to the winds accords of harmonious coexistence. Hospitals, and she comes to it, hospitals and schools blasted, horrors from the war front veered, unbearable, sad, blood-curdling, the helpless wails of women. ഏതൊരു യുദ്ധം നമ്മൾ എടുക്കാൻ, ഞാൻ കംപ്ലീറ്റ് വായിക്കുന്നില്ല, ഏതൊരു യുദ്ധം നമ്മൾ എടുക്കാൻ നേരത്തും ആ യുദ്ധത്തിലെല്ലാം ഏറ്റവും കൂടുതൽ യാതനകൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന രണ്ട് കൂട്ടരാണ്, സ്ത്രീകളും കുഞ്ഞുങ്ങളും. അത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്താ? അപ്പൊ യുദ്ധം വേണം എന്ന് പറയുന്നവര്, അല്ലെങ്കിൽ യുദ്ധം എന്ന് കേൾക്കാൻ നേരത്ത് അതാണ് ഏറ്റവും നല്ലൊരു കാര്യം, അല്ലെങ്കിൽ ഒരുതരം എന്താണ് നമ്മുടെ നാച്ചുറലിസം കാണിക്കുന്നതിൻ്റെ, നമ്മുടെ കരുത്ത് അല്ലെങ്കിൽ നമ്മുടെ കറേജ് കാണിക്കുന്നതിന് അതാണ് ആവശ്യമെന്ന് പറയുന്നെങ്കിൽ അവിടെ എന്തോ ഒരു തെറ്റുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കോവിഡ് വന്നപ്പോൾ കോവിഡിനെ നിയന്ത്രിക്കാൻ വേണ്ടി ചില രാജ്യങ്ങൾ ചെയ്തതുപോലെ അവർ ആർമിയാണ് ഇറക്കി വിട്ടത്. അതിൻ്റെ പുറകിൽ ചില കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ആർമിയാണ് അവർ പുറത്ത് വിട്ടത്. അല്ലെങ്കിൽ ഇവിടെ പോലെ നമ്മൾ പോലീസിനെയാണ് കൂടുതൽ നമ്മൾ നോക്കിയത്. ഇവിടെ പോലീസല്ല നമുക്ക് ആവശ്യം. ഇവിടെ നമുക്ക് ആവശ്യം ആരായിരുന്നു? ഹെൽത്ത് വർക്കേഴ്സാണ്. അതേസമയം മറ്റു ചില സ്ഥലങ്ങൾ നമ്മൾ നോക്കാൻ നേരത്ത് അവർ ഹെൽത്ത് വർക്കേഴ്സിനെയാണ് ഏൽപ്പിച്ചത്. കേരളത്തെ സംബന്ധിച്ച് പറയുന്നെങ്കിൽ ഏറ്റവും നല്ല ഹെൽത്ത് വർക്കേഴ്സ് ഉള്ളത് ഈ കേരളത്തിലാണ്. ആ കോവിഡിനെ കുറിച്ച് അല്ലെങ്കിൽ കോവിഡിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും അതിലൊരു കോഷൻ എടുക്കാനും എല്ലാം പറ്റിയത് നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ആശാ വർക്കേഴ്സ് എന്നൊക്കെ പറയുന്നവരാ. അവരെയൊന്നും നമുക്ക് മറന്നുകൊണ്ട് ഒന്നും പറയാൻ കഴിയില്ല. അതെല്ലാം നമ്മുടെ ശ്രീകല മാമിൻ്റെ കവിതകളിൽ അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങളിൽ
അതെല്ലാം ഞാൻ കാണുന്നുണ്ട്. ഇതിന് ഞാൻ എല്ലാ ഭാവങ്ങളും നേരുന്ന ഈ പുസ്തകം തീർച്ചയായിട്ടും വാങ്ങിച്ച് വായിക്കുക. ശ്രീകുമാർ വിചാരബിന്ദു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹത് വ്യക്തികളെ, എന്നിൽ അർപ്പിതമായ ചുമതല ഈ പുസ്തകത്തിന് ഒരു ഫോർവേഡ്, ഒരു അവതാരിക എഴുതിയ ഒരാൾ എന്നുള്ള രീതിയിൽ ഈ പുസ്തകത്തിൻ്റെ അന്തരംഗങ്ങളിലേക്ക് ഊളിയിടുന്നതിനൊരവസരം എനിക്ക് തന്നതിന് എൻ്റെ സംഘാടകരോടുള്ള കൈതവമായ എൻ്റെ നന്ദി പ്രകാശിപ്പിച്ചു കൊള്ളട്ടെ. ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പദ്യത്തിലേക്ക്, ആദ്യത്തെ ദ അറ്റസ്റ്റേഷൻ എന്നുള്ള അതിനകത്തേക്ക് ഇവിടെ ആരും തന്നെ പ്രസ്താവിച്ച് കണ്ടില്ല. ഏറ്റവും പ്രാമുഖ്യം കൊടുക്കേണ്ട ഒരു പ്രത്യേക കവിത ആണ് ആ വരികളിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കവി തുടങ്ങുന്നതിന് മുമ്പേ കവിതയുടെ ഉദ്ദേശം എന്താണ് എന്ന് കൃത്യമായി അവിടെ പറയുന്നുണ്ട്. ക്ലിഷ്ടതരമായ വാക്കുകൾ ഉപയോഗിക്കുകയോ ആശയ ബാഹുല്യം കൊണ്ട് ചിന്തകനെയും വായനക്കാരനെയും വീർപ്പുമുട്ടിക്കുകയോ ചെയ്യുന്നതല്ല എൻ്റെ ഉദ്ദേശം. തരളിതമായ എൻ്റെ മനസ്സിൽ ഉടലെടുത്ത ഉയർത്തെഴുന്നേറ്റ് വന്ന ചില വികാരങ്ങൾ അതിൻ്റെ നൈർമല്യത്തോടെയും അതിൻ്റെ മധുരിമയോടെയും അതിൻ്റെ കാഠിന്യത്തോടെയും അതിൻ്റെ വിഷമതയോടും കൂടി അതേപടി നിങ്ങളിലേക്ക് പകർന്നു തരാൻ എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ ചാരിതാർത്ഥ്യമുള്ളവളായി എന്ന് പറയാൻ ഉള്ള മഹാമനസ്കത ആ ആദ്യ വരികളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതിൽ നിന്ന് തന്നെ ഒരു നാടകാന്തത്തിൽ കവിത്വം കാണുന്ന ഒരു കവിമനസ്സിൻ്റെ ലാളിപത്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ആദ്യത്തെ അറ്റസ്റ്റേഷൻ എന്നുള്ള ആ കവിത, ആ വരികളിലൂടെ, കവിതയിലെ വരികളിലൂടെ. ഞാൻ കൂടുതലായി വളരെ ആഴത്തിൽ പോകുന്നില്ല, കാരണം ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ച കാര്യം ഇവിടുത്തെ അധ്യക്ഷനും ബുക്ക് റിലീസ് ചെയ്ത ആളും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എന്നാലും സംക്ഷിപ്തമായി എന്നിൽ അർപ്പിതമായ ചുമതല നിർവഹിക്കാം എന്നേ ഉള്ളൂ. വാട്ട് ദ നേച്ചർ ടോട്ട് മീ, ഈ പ്രകൃതി എന്നെ എന്താണ് പഠിപ്പിച്ചത്? വീണ്ടും കവി തരളിത വികാരത്തോടു കൂടി ഹൃദയം തുറക്കുന്നു. ഈ നേച്ചർ, ഈ പ്രകൃതി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മരങ്ങളും ചെടികളും കൊടികളും പുഷ്പങ്ങളും, ആ പുഷ്പങ്ങൾ വഹിക്കുന്ന സുഗന്ധമോ അതിന് ഇടം കൊടുക്കുന്ന വണ്ടുകളെയോ മറ്റും അല്ല പറയുന്നത്. പ്രാകൃതമായ നമ്മുടെ സംസ്കാരത്തിൻ്റെ എളിമയെയും അതിൻ്റെ ഗരിമയെയും കൃത്യമായി കവി ആ വരികളിലൂടെ വിവക്ഷിക്കുന്നുണ്ട്. അതായത് ഒറിജിനൽ ഉള്ളത് എന്താണോ ആ ഉള്ളതിനെ നിങ്ങൾ പരിചരിച്ചില്ല എങ്കിൽ തൽക്കാലത്തേക്ക് ചില സുഖം നിങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ പോലും ആ ഉള്ളത് പ്രതികരിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ കഷ്ടത്തിലായി പോകും എന്ന് വ്യംഗ്യഭാഷയിൽ കവി അതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു. റെസിസ്റ്റൻസ് എന്നുള്ള കവിതയിൽ, ആസ് all these works are in English, I have written some English comments also. Resistance, she is telling us, resistance is a red flag signal hosted as a cautioning signal against the wretched nature assassinators shedding out cool eye drops, whispering out of hottest words. ആരെല്ലാമാണോ ഈ പ്രകൃതിയെ നശിപ്പിക്കാൻ ഒരുമ്പെടുന്നത് അവരോട് ഒരു ചുവന്ന പതാക വീശിക്കൊണ്ട് കവി വീണ്ടും പറയുന്നു, ഞാൻ ഉച്ചസ്ഥിരം പറയുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ കാത്തിരിക്കുന്നത് വിനാശമാണ്. ആ വിനാശത്തിൻ്റെ കാഹളമാണ് നിങ്ങളുടെ ഈ ദുർചെയ്തികളിലൂടെ ചെയ്തു കൂട്ടുന്നത്. നിങ്ങൾ സൂക്ഷിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ആത്യന്തികമായ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും എന്നും കവി അവിടെ പറയുന്നുണ്ട്. പിന്നെ പറയേണ്ടത്, ഇൻ ദ ഡെഡ് ഓഫ് നൈറ്റ്
രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരു കവിഹൃദയത്തിൽ കവി ചിന്തിച്ചു പോവുകയാണ്. അവിടെ പറയുന്നു, പ്രകൃതിയോട് കലഹിച്ചാൽ മഹാപ്രകൃതിയുടെ സർവസംഹാര താണ്ഡവം താങ്ങാനാവില്ല മക്കളെ എന്ന ടീച്ചറമ്മയുടെ താക്കീത് വളരെയധികം അർത്ഥവത്തായതാണ്. മഹാപ്രകൃതി നിങ്ങളോട് കലഹിച്ചാൽ ആ കലഹം ചെന്ന് അവസാനിക്കുന്നത് സർവനാശത്തിലേക്കായിരിക്കുമെന്നും അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു വേണം പ്രകൃതിയോട് കളിക്കാനെന്നും പ്രകൃതിയെ ചൂഷണം ചെയ്താൽ അതിൻ്റെ അനന്തരഫലങ്ങൾ നിങ്ങൾക്ക് താങ്ങാനാകാത്തതാവുമെന്നും കവിഹൃദയത്തിലൂടെ ഒരു കവിതയിലൂടെ പറഞ്ഞു വയ്ക്കുമ്പോൾ വാസ്തവത്തിൽ അത് വായിക്കുന്നവർക്കെങ്കിലും ഒരു മാനസാന്തരം ഉണ്ടാവുകയും ഇനി ഒരു ചൂഷണ മനോഭാവത്തോടു കൂടി പ്രകൃതിയെ സമീപിക്കാതിരിക്കുകയും ചെയ്യാനുള്ള അവബോധമുണ്ടാകണം എന്നാണ് കവി വിവക്ഷിക്കുന്നത്. പിന്നെ പറയുന്നു, ദ ഫ്രൂട്ട്സ് ഓഫ് കർമ്മ. അല്പം ഫിലോസഫിക്കലാണ് കർമ്മ എന്ന് പറയുമ്പോൾ. കർമ്മത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. വെള്ളക്കാരോട് ഭാരതമക്കൾ പറഞ്ഞു, ഇന്ന് വെള്ളക്കാരൻ ഇംഗ്ലണ്ടിലോ ബാക്കി വിദേശ രാജ്യങ്ങളിലോ പോകുന്ന ഭാരതമക്കൾ അവരോട് പറയാതെ പറയുന്ന ചില സത്യങ്ങളുണ്ട്. അതായത്, ഞങ്ങളിപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ ഗർഭസ്ഥ ശിശുക്കളായിരുന്നപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന്, ഞങ്ങളുടെ ഗൃഹത്തിൽ വന്ന്, ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളുടെ സമ്പത്തെല്ലാം നിങ്ങൾ കൊള്ളയടിച്ചു കൊണ്ടുപോയി. ആ കൊള്ളയടിച്ചു കൊണ്ടുപോയത് കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളെടുത്ത് വന്നിരിക്കുന്നത്. കൊള്ളയടിക്കാനല്ല, നിങ്ങൾ കൊള്ളയടിച്ചു കൊണ്ടുപോയ സമ്പത്തിനെ എല്ലാം തിരിച്ച് ഞങ്ങളുടെ രാജ്യത്തേക്ക് അധ്വാനത്തിലൂടെയോ നേർമാർഗത്തിലൂടെയോ ഭാരതത്തിൻ്റെ മഹാപാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ടോ തിരിച്ചു കൊണ്ടുവരുവാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും കവി ഒരു തിരിഞ്ഞു നോട്ടം നോക്കിയിട്ട് പറയുന്നു, ഇന്നത്തെ കാട്ടുമൃഗങ്ങൾ നാട്ടിലെ വളർത്തു പശുക്കളെയും കന്നുകാലികളെയും തിന്നുന്നതിന് കാരണവും അത് തന്നെയാണ്. ഞങ്ങൾക്ക് ജീവിക്കേണ്ട, ആ ഹിംസ്രജന്തുക്കൾക്ക് താമസിക്കേണ്ട കാടകങ്ങൾ നിങ്ങൾ അനാവശ്യമായി ചൂഷണം ചെയ്തു. ആ ചൂഷണം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരികയും നിങ്ങളുടെ സമ്പത്തുകളെയും നിങ്ങളുടെ കന്നുകാലികളെയും മറ്റും പിടിച്ചുകൊണ്ടു പോകുന്നത് എന്നുള്ള ക്രൂര സത്യം വളരെ മധുരമായി കവി പറഞ്ഞു വച്ചിരിക്കുന്നു. ഇവയിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സത്യം, ഒരു വാസ്തവം എന്താണെന്ന് വെച്ചാൽ, ഇത് ആർക്കെങ്കിലും വായിച്ചിട്ട് കുറച്ചു നേരം ഇരുന്ന് ചിന്തിക്കാനൊരു അവസരം ഉണ്ടാകുമെങ്കിൽ വീണ്ടും ഈ ചൂഷണത്തിലേക്ക് തന്നെത്താനെ പോകാതിരിക്കാനോ ഒരു സമൂഹത്തെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാനുള്ള ആർജവം ഉണ്ടാകും. അതുണ്ടാകണം എന്നുള്ളതാണ് കവിയുടെ ഇംഗിതം എന്നെനിക്ക് തോന്നുന്നു. ജസ്റ്റ് ഫോർ എ മോർസൽ ഓഫ് ഫുഡ്, ഒരു പിടി ആഹാരത്തിന് വേണ്ടി മധുവിനെ കൊല ചെയ്ത സമൂഹം. ഒരു പിടി വിശന്നിട്ട് ആഹാരം ചോദിച്ചിട്ട് കിട്ടുന്നില്ല, പിന്നെ ഒരു മാർഗം, കിട്ടുന്ന മാർഗം സ്വീകരിക്കുകയുള്ളൂ. അതിനകത്തുള്ള ധർമാധർമ്മങ്ങളെക്കുറിച്ചൊന്നും ആ വനവാസി ആലോചിച്ചിട്ടേയില്ല. ആഹാരം, ദാഹിച്ചാൽ ജലമാണ് മറുമരുന്ന്, ഉപദേശമല്ല. വിശന്നാൽ ആഹാരമാണ് മറുമരുന്ന്, വേറെ ഒന്നല്ല എന്ന സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു പ്രയോഗത്തിലൂടെ അദ്ദേഹം കുറച്ച് ആഹാരം വാരിക്കഴിച്ചു. അനുവാദമില്ലാതെ വാരിക്കഴിച്ച ആഹാരത്തിന് കിട്ടിയ ശിക്ഷ മരണമായിരുന്നു. ഒരു പിടി ആഹാരത്തിന് മരണം വിധിക്കുന്ന ക്രൂര സമൂഹം, ആ ക്രൂര സമൂഹത്തിൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പാൻ ഈ കവിക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആ ദക്ഷിണാശൈലിയും ആ സ്ഥൈര്യവും ആ കവിക്ക് കിട്ടിയത് മഹാനായ അദ്ദേഹത്തിൻ്റെ ആ കവിയുടെ അച്ഛനിൽ നിന്നുമാണ് എന്ന് പറയാനും ഞാൻ ഈ അവസരം ഉപയോഗിച്ചുകൊള്ളുന്നു. ടൈറ്റ് റോപ്പ് വാക്കിംഗ്, ഞാണിന്മേൽ കൂടിയുള്ള നടത്തം, വളരെയധികം മനോഹരമായി പറയുന്നുണ്ട്. അതിൽ പറയുന്നത് സ്ത്രീകൾ ഒരു ഉപഭോഗ വസ്തുവാണെന്നും അങ്ങനെ തോന്നുന്ന പുരുഷ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റവും നീചമായ വികാരം എത്രമാത്രമുണ്ട് എന്നും വളരെ വിശദമായി പറയുമ്പോൾ എനിക്കത് പറയാൻ തോന്നുന്നത്
ഹരേ ദുരാചാര നൃശംസ പുരുഷ, പരാക്രമം സ്ത്രീകളിലൂടല്ല വേണ്ടും. ഹരേ ദുരാചാര നൃശംസ ഹംസ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആ കംസനെ മാറ്റിയിട്ട് പുരുഷാന്നാക്കിയെന്നേ ഉള്ളൂ. ഹരേ ദുരാചാര നൃശംസ പുരുഷ, പരാക്രമം സ്ത്രീകളിലൂടല്ല വേണ്ടും എന്ന് സാഗൂതം വീണ്ടും പറയുന്ന കവിയെ ശ്ലാഘിക്കുകയല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാരഡൈസ് എന്നുള്ള കവിതയിൽ റൊമാൻറ്റിസിസം ഈസ് ഓൾസോ ആൻ ഈസി ടാസ്ക് ഫോർ മീ എന്ന് കവി വീണ്ടും പറയുന്നു. ഇത്രയധികം ക്രൂരമായ കാര്യങ്ങളെക്കുറിച്ച് കവിതാ രൂപത്തിൽ പറയാൻ സാധിക്കുന്ന എനിക്ക് റൊമാൻറ്റിസം എന്ന ഭാവനാ സൃഷ്ടിയിലും മികവ് തെളിയിക്കാൻ സാധിക്കും. ആ ആയുധവും എനിക്ക് വഴങ്ങുന്നതാണ് എന്ന് കൃത്യമായി കവി പറയുന്നുണ്ട്. അവിടെ പറയുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ മനസ്സ് പോയത്, I was reminded of my college days when Reverend Father Dr. Givargis Panikkar, our beloved principal, taught us literary criticism by Matthew Arnold, wherein he describes Shelley. He was a beautiful and ineffectual angel, beating in the void his luminous wings in vain. കവി തീക്ഷ്ണമായ ഭാഷയിൽ ഈ വിവരങ്ങൾ വിവരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ വീണ്ടും ഒരു ചിന്ത ഉയർന്നു വന്നേക്കാം. എൻ്റെ സുന്ദരമായ കവിതാവരികളിലൂടെ ക്രൂരതയെയും സൗന്ദര്യത്തെയും വിഹുലതയെയും ഇരുട്ടിനെയും സ്നേഹത്തെയും മറ്റും പറയാൻ ആഗ്രഹിക്കുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ റൊമാൻറ്റിസം എന്ന ഭാവനാ സൃഷ്ടിയും എനിക്ക് വഴങ്ങും എന്ന് തന്നെയാണ്. അങ്ങനെ ഒരുപാട് കവിതകളിലൂടെ നമ്മുടെ ദൈനംദിന പ്രാർത്ഥനകളെയും ദൈനംദിന വികാരങ്ങളെയും ദൈനംദിന ദുഃഖങ്ങളെയും എല്ലാം ചുരുങ്ങിയ രീതിയിൽ ചില പേജുകളിലൂടെ, ചില കടലാസ് കഷ്ണങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ സചിത്ര വിവരണം നൽകാൻ സാധിച്ച ശ്രീമതി ശ്രീകലാദേവി, എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ ഈ ചെറു സംസാരം നിർത്തുന്നു. എല്ലാ ഭാവങ്ങളും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസാ പ്രസംഗത്തിനായി ശ്രീമതി ഷീല സന്തോഷ് നഷൻ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയമുള്ളവരെ, ബഹുമാന്യനായ ജയകുമാർ സർ പോയി എങ്കിലും സദസ്സ് വേദിയുമൊക്കെ നിറഞ്ഞു തന്നെ ഇരിക്കുകയാണ്. വളരെ സന്തോഷം. അച്ഛനെക്കുറിച്ചുള്ള ഒരു ആശംസാ പ്രസംഗമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. എങ്കിലും എൻ്റെ ചേച്ചി ഡോക്ടർ എൻ ശ്രീകലയുടെ പുസ്തകത്തെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് അതിലേക്ക് കടക്കാം. ചേച്ചിയുടെ കവിതകൾ പഠിക്കുന്ന കാലം തൊട്ടേ ഈ പഠിക്കാൻ വലിയ താല്പര്യമില്ലാതെ കറങ്ങി നടക്കുന്ന ഞങ്ങൾക്കൊക്കെ വളരെ മാതൃകയായി പഠിക്കുകയും അതോടൊപ്പം തന്നെ കവിതകൾ രചിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സ്വഭാവം എൻ്റെ ചേച്ചിക്കുണ്ടായിരുന്നു. ഇപ്പോഴും അത് തുടരുകയാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല രീതിയിൽ കവിതകൾ എഴുതുകയും മലയാള ഭാഷയിൽ അത്രത്തോളം സ്വാധീനമില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ നേരെ തിരിച്ചാണ് ഞാൻ. മലയാള ഭാഷ നന്നായി കൈകാര്യം ചെയ്യുകയും ഇംഗ്ലീഷ് ഭാഷ അത്ര വശമല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതമാണ് എൻ്റേത്. ഞങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ വൈരുദ്ധ്യങ്ങളുണ്ട്. വളരെ മിതഭാഷിണിയാണ് ചേച്ചി, ഞാൻ നേരെ തിരിച്ചുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വ്യത്യസ്തതകൾ നിറഞ്ഞതാണ് ഞങ്ങളുടെ സ്വഭാവ രീതികളെങ്കിലും ഞങ്ങളുടെ അച്ഛനിൽ നിന്ന് ലഭിച്ച സാഹിത്യവാസന ഞങ്ങൾക്ക് 2 പേർക്കും ഒരേപോലെയുണ്ട് എന്ന് വളരെ അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ സാധിക്കും. ചേച്ചിയുടെ കവിതകളിൽ കാണുന്ന ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളോടുമുള്ള ഒരു സമീപനം, ഒരു അമ്മയുടെ ആകുലത,
ഒരു അധ്യാപികയുടെ ഉത്കണ്ഠ, സമൂഹത്തോടുള്ള പ്രതിബദ്ധത, അങ്ങനെ ഓരോ വിഷയങ്ങൾ എടുക്കുമ്പോഴും വ്യത്യസ്തമായ വികാര വിചാരങ്ങളാണ് ആ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും നേരം സംസാരിച്ച എല്ലാവരും ആ കവിതകളുടെ പ്രത്യേകതകൾ വിളിച്ചോതിയത്. ആ കവിതകൾ ഞാൻ വളരെ നന്നായി ആസ്വദിക്കാറുണ്ട്. കാരണം എനിക്ക് അയച്ചു തരാറുണ്ട്. ഇന്ത്യ ഫോർവേഡിൽ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ട് ആണ് അവ അയച്ചു തരുന്നത്. വളരെ നല്ല രീതിയിൽ അത് ഞാൻ ആസ്വദിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇനിയും ഒരുപാട് എഴുതാൻ എൻ്റെ ചേച്ചിക്ക് ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ കിട്ടിയതിന് നന്ദിയും അറിയിക്കുന്നു. ഞാൻ അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം, അതായത് നവംബർ 10-ാം തീയതി 2022 നവംബർ 10-ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ കോട്ടയം ചെല്ലപ്പൻ്റെ 99-ാം ജന്മദിനമായിരുന്നു. അന്നായിരുന്നു ഞാൻ അച്ഛനെക്കുറിച്ച് എഴുതിയ കോട്ടയം ചെല്ലപ്പൻ എൻ്റെ അച്ഛൻ എന്ന എൻ്റെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം കൊല്ലം ശ്രീനാരായണ വനിതാ കോളേജിൽ നടന്നത്. ആ പുസ്തകം പ്രകാശനം ചെയ്തത് പ്രൊഫസർ CR ഓമനക്കുട്ടൻ ആണ്. അത് സ്വീകരിച്ചത് പ്രസിദ്ധ ഗായിക ശ്രീമതി അരുന്ധതി ഇവിടെയുണ്ട്. വളരെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിൽ വെച്ചായിരുന്നു അതിൻ്റെ പ്രകാശനം നടന്നത്. അന്ന് അച്ഛൻ്റെ ജന്മശതാബ്ദി ആഘോഷത്തിൻ്റെ തുടക്കം കുറിച്ച ദിവസമായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് പല സന്ദർഭങ്ങളിലായി ഒരുപാട് ചാരിറ്റബിൾ കാര്യങ്ങൾ അച്ഛൻ്റെ പേരിൽ ചെയ്യാനും കോട്ടയത്തും കൊല്ലത്തുമായി വിവിധ തരത്തിലുള്ള ചർച്ചകൾ സംഘടിപ്പിക്കാനും സാധിച്ചു. ഇന്ന് ഒരു നിമിത്തമോ നിയോഗമോ ഒക്കെ പറയുന്നത് പോലെ അച്ഛൻ്റെ ഈ ജന്മശതാബ്ദിയുടെ സമാപന ദിവസം ചേച്ചിയുടെ 2ാമത്തെ പുസ്തകം ഷെയ്ഡ്സ് ആൻഡ് ഷാഡോസ് റിലീസ് ചെയ്തുകൊണ്ട് ഇത് സമാപിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെയധികം അഭിമാനമാണ് ഞങ്ങൾക്കുള്ളത്. മക്കളെന്ന നിലയിൽ ഞങ്ങൾ അച്ഛനെ ഓർത്ത് അഭിമാനിക്കുന്നു. ഞങ്ങൾക്ക് അച്ഛനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ടാണ് ഇത് എന്ന് ഞാൻ കരുതുകയാണ്. കാരണം എൻ്റെ ഈ പുസ്തകം ഞങ്ങൾ വളരെ ചെറുതായിരുന്ന സമയത്താണ് അച്ഛൻ ഞങ്ങളെ വേർപിരിയുന്നത്. ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കാരണം ഞാനൊരു പത്രപ്രവർത്തകയായതുകൊണ്ടാണ്. ഞാൻ ജോലി ചെയ്ത സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എനിക്ക് അനേക സിനിമാ പ്രവർത്തകരെ കാണുവാനും സംസാരിക്കുവാനും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു റിസർച്ച് തന്നെയായിരുന്നു. അങ്ങനെ നീണ്ട എൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഒരു പരിണത ഫലമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ മാത്രമല്ല, ഞാൻ എൻ്റെ അച്ഛനോടൊപ്പം സഞ്ചരിച്ച അച്ഛൻ്റെ സഹയാത്രികരെ കൂടി അതിൽ ഉൾപ്പെടുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പരിച്ഛേദം കൂടിയായിട്ടാണ് എനിക്ക് ഈ പുസ്തകത്തെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഇന്ന് ദിവാരൻ സാർ ഇവിടെ ഇല്ല. കാരണം അദ്ദേഹം ഈ പുസ്തകം വായിച്ചിട്ട് ആദ്യം എന്നെ വിളിച്ചത് അദ്ദേഹമാണ്. ഞാനുമായിട്ട് നേരിട്ട് ഒരു പരിചയമില്ല. പക്ഷേ ഈ പുസ്തകം വായിച്ചിട്ട് അദ്ദേഹം എന്നെ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിറഞ്ഞു നിന്ന ഒരുപാട് സംഭവങ്ങൾ എന്നോട് ഇങ്ങോട്ട് പറയുകയും അദ്ദേഹത്തിന് അതെല്ലാം ഓർത്തെടുക്കാനുള്ള ഒരു അവസരമായി ഈ പുസ്തകം മാറി എന്ന് പറയുകയും ചെയ്തു. അതൊക്കെ ഒരു അഭിമാന നിമിഷമാണ്. അതുപോലെ തന്നെ മഹാനായ സത്യൻ്റെ മകൻ സതീഷ് സത്യൻ, അദ്ദേഹത്തിന് മറ്റൊരാളുടെ സഹായം ഉണ്ടെങ്കിലേ പുസ്തകം വായിക്കാൻ സാധിക്കുകയുള്ളൂ. കാഴ്ചയുടേതാകുന്ന ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ പുസ്തകം വായിച്ചിട്ട് എന്നെ വിളിക്കുകയും ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ അഭിമാനത്തോടു കൂടി പറയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞ് അനുജത്തിയാണ് ഞാൻ. എപ്പോഴും എന്നെ വിളിക്കും, എന്ത് ചെയ്യുന്നു, എന്താ കുടുംബകാര്യങ്ങൾ അന്വേഷിക്കുകയും ആ സ്നേഹം കൈമാറുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇന്നത്തെ സിനിമയിൽ നമ്മൾ കാണുന്ന കാരവാൻ സംസ്കാരമായിരുന്നില്ല അന്നുണ്ടായിരുന്നത്. എൻ്റെ പുസ്തകത്തിൽ ഞാൻ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും മഹാനായ ശ്രീ സത്യനും ഒരുമിച്ച് ആലപ്പുഴയിൽ ഉദയ സ്റ്റുഡിയോയിൽ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അച്ഛൻ ശ്രീ സത്യൻ്റെ കയ്യിൽ കുറച്ച് പണം കൊടുത്തു വിട്ടു എൻ്റെ അമ്മയെ ഏൽപ്പിക്കാനായി. കൊല്ലത്ത് ഞങ്ങളുടെ തങ്കശ്ശേരിയിലെ കല്ലുപണ്ടകശാല വീട്ടിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നതിന് കൊടുത്തു. ചിന്തിച്ചു നോക്കണം, അദ്ദേഹം ആ പണവുമായി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഗേറ്റ് 2ആയി തുറന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, കടിക്കുന്ന പട്ടിയുണ്ടെങ്കിൽ അഴിച്ചുവിടൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നത്. അങ്ങനെ ഇതൊക്കെ എനിക്ക് ഓർമ്മ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. അമ്മയും എൻ്റെ സഹോദരങ്ങളും
എൻ്റെ ബന്ധുക്കളും ഒക്കെ പറഞ്ഞു കേട്ട ഒരുപാട് അറിവുകൾ എനിക്ക് പുസ്തകത്തിൽ പകർത്താൻ സാധിച്ചു. ഞങ്ങളുടെ അച്ഛൻ ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ നാടക നടൻ എന്നതിലുപരി അച്ഛൻ രചിച്ചതാണ് ചിതല് പിടിച്ച ഭൂമി എന്ന നാടകം, റൂം നമ്പർ 1 എന്ന നാടകം. ഇതൊക്കെ പ്രൊഫഷണലായിട്ട് അവതരിപ്പിക്കപ്പെട്ട നാടകങ്ങളാണ്. അതിനുശേഷം അച്ഛൻ്റെ ഒരു ചെറുകഥയായിരുന്നു സുബൈദ എന്ന് പറയുന്ന ചെറുകഥ. അത് ഖദീജ എന്ന പേരിൽ ജയകുമാർ സാറിൻ്റെ അച്ഛൻ M. കൃഷ്ണനായരാണ് സാറാണ് അത് സംവിധാനം ചെയ്തത്. ആ സിനിമയെക്കുറിച്ച് ചിലപ്പം എല്ലാവരും മറന്നുപോകുമായിരിക്കാം. പക്ഷേ പ്രണയാതുരമായ മനസ്സുകളിൽ ഒരിക്കലും മങ്ങാത്ത 2 വരികൾ മനസ്സിൽ ഓർമ്മ വരും. സുറുമ എഴുതിയ മിഴികളെ, പ്രണയമധുര തേൻപുരട്ടും സൂര്യകാന്തി പൂക്കളെ. ആ വരികൾ ഓർക്കുമ്പോൾ ഏതൊരു പ്രണയാതുരനായ വ്യക്തിയും ഒന്ന് മൂളിപ്പോകുന്ന ആ വരികൾ ഈ സിനിമയിലുള്ളതാണ്. അത് യൂസുഫ് അലി കച്ചേരി ആദ്യമായിട്ട് അദ്ദേഹം അതിനു മുമ്പൊരു സിനിമയിൽ എഴുതിയെങ്കിലും അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടത് ഈ വരികളിലൂടെയാണ്. അപ്പം അതിനൊക്കെ ഒരു നിമിത്തമായിരുന്നു. പിന്നീട് അച്ഛൻ മരിക്കുന്നത് 1971 ഡിസംബർ 26-നാണ്. ആ സമയത്തും അച്ഛൻ കോട്ടയം നാഷണൽ തിയേറ്റേഴ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് രാഗം, തീരം, വിളംബരം എന്നൊക്കെ പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള നാടകങ്ങൾ സംവിധാനം ചെയ്തത് അച്ഛനാണ്. അവസാന നിമിഷവും അതിൻ്റെ ആ ഒരു തിരക്കിലിരിക്കെയാണ് അച്ഛൻ ഞങ്ങളെ വിട്ടു പിരിയുന്നത്. അപ്പോൾ ഈ നാടകങ്ങളിലൊക്കെ തന്നെ അച്ഛൻ്റേതാകുന്ന ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അച്ഛന് സാധിച്ചു. അച്ഛൻ്റെ ജന്മശതാബ്ദി ആഘോഷത്തിൻ്റെ ഈ സമാപനത്തിൽ എൻ്റെ ചേച്ചിയുടെ ഈ പുസ്തകവും പ്രകാശനം ചെയ്യാനും അതിൻ്റെ ഈ ആഘോഷത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിച്ചതിലുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഈ പുസ്തകം എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ എൻ്റെ മിഴികൾ മാത്രമല്ല നിറയുന്നത്, എൻ്റെ മനസ്സ് നിറയുകയാണ്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. മറുവാക്കിനായി ഡോക്ടർ M. ശ്രീകലയെ സാദരം ക്ഷണിക്കുന്നു. Respected Chair, Dr. J. Kumar, Professor Chandra Babu, Sri O.P. Vishwanathan, Sri Kumar Vijarabindu, and my dear sister Sheila Santosh. I am blessed to be here to stand before you to have my book released on this special day, which marks the culmination of the birth centenary celebration of our beloved father. It commenced with the release of my sister's book, and it ends with the release of my book, Shades and Shadows. I think this is the biggest tribute we can pay to our father. There are 2 poems in my first book, Revelations, about my father. 2 poems about my father, which is included in Revelations. One is titled December and the other Undying Memories. December is a poem which is very close to my heart. Having studied in an Anglo-Indian convent school, Mount Carmel Convent, Tangasheri, I grew up imbibing the spirit of Christmas. I would like to recite a few lines from that poem, which I feel would be a tribute to my father. The poem begins thus. December brings memories, sweet and bitter. December brings memories, sweet and bitter. The next 13 lines describe the preparations, the decorations, and the jubilations associated with the festive season. And Christmas always gave me a lot of happiness until that great tragedy befell the family. Those crucial lines are as follows. So it was until the dawn of 26 December 1971. Shocking news of my dad's demise at an age too young to die. A 14-year-old foresaw bleak and gloomy days ahead. Christmas thereafter
a silvery sheen with a black spot at the center. I think this is the biggest tribute I can pay to my father. The black spot symbolizes the void, the darkness, and the irreparable loss created by the untimely death of our father. I must not become emotional. Now, coming to Shades and Shadows, I would like to say that this book is a lot different from my first book because it contains a collection of poems which reflect a more maturing vision of the writer in me. I personally feel that a writer should be able to make a proper evaluation of what he or she writes. Only then there will be progress in one's creative endeavors. So much has already been said about Shades and Shadows. I'm not going into those details, but I would like to say that it is a very vast canvas, wide variety of themes, poems on nature, reflecting the beauty and fury of nature, love in all its manifestations, friendship, the joy of grandparenting, old age, loneliness, ailments, philosophic musings, abuse of women and children, and the futility of wars, so on and so forth. So I request all of you to read my poems, and I hope it will reach out to a wider reading public. So now to express my gratitude to a lot of people who helped me in getting my dream fulfilled. I have to thank, first of all, I have to express my gratitude to my publisher, Prabhat Books, for bringing out my book on time. And then my sincere thanks to Shri Hanifa Rawatar, who was always very cordial and supportive, and the entire team of Prabhat Books, the office staff of Prabhat Books, they were all very cordial and cooperative. Then Professor M. Chandrababu, while I was working in SN College, Chembarandy in the 90s, he was also there. He's a great writer. He has brought out several books, and the last being the last books that he brought out are 5 volumes on Sri Narayana Guru. Thank you, sir, for your support and cooperation. I have immense gratitude to Shri K. Jayakumar, sir. I wanted my book to be released by him. Even my first book was released by him. And I have great respect for him. And despite his very tight schedule, he found time to come here and deliver the commemoration address and also release my book. Then Dr. G. Jayakumar, as he said, I've been associating with him for the last 5 years, contributing articles, poems, and even book reviews to India Forward. He's the editor of India Forward. Thank you, sir, for your nice words about my book and also those endearing words about my father. I wish to place on record my gratitude to Sri Kumar Vijayarabindu for writing a foreword for my book and also making an in-depth analysis of my poems. He took a lot of pains. He read my book several times, and he used to read between the lines too, and he would come up with a lot of ideas. So in one of our interactions, he asked me, how did all this philosophy come into your writing? And to which my only answer is that it is the outcome of serious contemplations on life, on death, and a host of other issues that are taking place in the world around us. So I thank you, sir, for all that you have done. And my sister Sheila Sandosh, she is a good orator, and I thank her for her support, for her love, for her help. And now right now she is very busy with her son's marriage
only 3 weeks ago in January, that is on January 21st. And for the sake of formality, I thank her also. And then Sri O.P. Vishwanathan sir, he has been always very supportive, and now he's a very active person. He's also the secretary of our English club under the Greenwood tree, and now he took care of the the banner, the notice, and also made all necessary arrangements for refreshment. Thank you, sir, for all that you have done. And then I have no words to express my gratitude to my dear friend Premi Sushil. Unfortunately, she couldn't make it. She is right now traveling from Kottayam to Trivandrum, and she said she will not be able to make it today. I express my deep gratitude to her, and the cover page which she did for me is a token of her love and friendship. Even the cover page of my first book, Revelations, was also done by her. Then I have no words to express my gratitude to Professor Jamila Begum, my teacher and mentor, who wrote those wonderful words for the blurb of my book, Shades and Shadows. I also thank Dr. Usha. There was a writers' meet, Sahityakara Sangamam, before this function, and I thank Dr. K. Usha and also for chairing the session, and Sri Kuniyod Ramachandran for inaugurating the session. I also thank all the poets who participated in it and presented their poems here. I wanted my talk to be very focused, so I've written it down. And then I thank all the members of Under the Greenwood Tree for gracing the occasion with their valuable presence. I also thank the writers of MTI Writers Forum, and also members of the poetry chain. I thank my most esteemed audience, my friends, colleagues, students, family members, and all my well-wishers. And a special word of thanks to my children and my husband, K. Mohandas, without whose unstinting support I would not have stood here before you. I also express my gratitude to my daughter, Aparna Das, for the prayer song, and also my beloved grandchildren are here. I also thank my friend, celebrity, Dr. B. Arundhati. Last year it was Arundhati who received my book Revelations from from Sri K. J. Kumar IAS. So I think I have, hope I have not forgotten anybody. Thank you all once again for being here and for showering your blessings and love on me. Thank you once again. I wish you all a happy new year. O.P. Vishwanathan. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഒരച്ഛന് മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും മനോഹരമായ ഉദാത്തമായ ഓർമ്മ സംഭവമാണ് ഇന്നിവിടെ നടന്നത്. നമുക്ക് അവരുടെ വികാരതീവ്രമായ സംസാരത്തിലൂടെ നമുക്കത് മനസ്സിലാവുന്നു. അങ്ങനെ ഒരു ചടങ്ങിന് ഒരു നേതൃത്വം നൽകുവാനും അതിൻ്റെ സംഘാടനം നടത്തുവാനും കിട്ടിയ അവസരമേറെ സന്തോഷത്തോടു കൂടിയാണ് പ്രഭാത് ബുക്ക് ഹൗസും പ്രഭാത് സാംസ്കാരിക സംഘവും ഏറ്റെടുത്തത്. അതിൻ്റെ ചാരിതാർത്ഥ്യം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഭംഗിയായി നിർവഹിക്കുവാൻ സഹകരിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ 2 വാക്കുകൾ ഉപസംഹരിക്കുന്നു. ചടങ്ങ് അവസാനിക്കുന്നു.